സെക്കൻഡ് യൂണിറ്റ് സൊല്യൂഷൻസ്. എന്താണ് സൊല്യൂഷൻ? നമുക്കറിയാം സൊല്യൂഷൻ ഈസ് എ മിക്സർ. അപ്പോൾ എന്താണ് മിക്സർ? മിക്സർ ഈസ് എ കോമ്പിനേഷൻ ഓഫ് 2 or more components with varying composition. സൊല്യൂഷൻ ഏത് തരം മിക്സറാണ്? ഉദാഹരണത്തിന് ഒരു 100 ml വാട്ടറിൽ നമ്മൾ 5 gram സോൾട്ട് ഇടുന്നു. അപ്പോൾ ആ സോൾട്ട് എന്ത് ചെയ്യും? ഒരേപോലെ ആ വാട്ടറിൽ അലിഞ്ഞു ചേരും. അപ്പോൾ കിട്ടുന്ന സൊല്യൂഷൻ ഈസ് ഈക്വലി സോൾട്ടി ഫ്രം എനിവെയർ. അതെവിടെ നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയാലും ഒരേ ഉപ്പിൻ്റെ ടേസ്റ്റ് ആയിരിക്കും. That means the salt is uniformly distributed in that solution. അതിനകത്ത് നമുക്ക് വാട്ടറിനെയോ സാൾട്ടിനെയോ പ്രത്യേകം വേർതിരിച്ച് കാണാനും പറ്റില്ല. അതുകൊണ്ട് ഇത്തരം മിക്സേഴ്സിനെ നമ്മൾ കഴിഞ്ഞ വർഷം വിളിച്ചതാണ് ഹോമോജീനിയസ് മിക്സേഴ്സ്. അപ്പോൾ സൊല്യൂഷൻ ഈസ് എ ഹോമോജീനിയസ് മിക്സർ. അപ്പോൾ എന്താണ് മിക്സേഴ്സ്? എ കോമ്പിനേഷൻ ഓഫ് 2 or more elements or compounds in any proportion is called a mixer. രണ്ടോ അതിൽ കൂടുതലോ എലമെൻറ്റോ അതുമല്ലെങ്കിൽ കോമ്പൗണ്ടോ ഏത് അനുപാതത്തിലുള്ള കോമ്പിനേഷനെയും നമുക്കെന്തെന്ന് വിളിക്കാം? മിക്സർ എന്ന് വിളിക്കാം. അത് 2 തരമാണ്. കഴിഞ്ഞ വർഷം നമ്മൾ കണ്ടതാണ് ഹോമോജീനിയസ് മിക്സർ ആൻഡ് ഹെട്രോജീനിയസ് മിക്സേഴ്സ്. എന്താണ് ഹോമോജീനിയസ് മിക്സർ? ദ കോമ്പോസിഷൻ ഈസ് ദ സെയിം ത്രൂ ഔട്ട് ദി സാമ്പിൾ, അല്ലേ? എന്നാൽ ഹെട്രോജീനിയസ് മിക്സറിലോ ദ കോമ്പോസിഷൻ ഈസ് നോട്ട് ദ സെയിം ത്രൂ ഔട്ട് ദ സാമ്പിൾ. ആ സാമ്പിൾ മൊത്തത്തിൽ അതിലുള്ള കമ്പോണൻസിൻ്റെ കോമ്പോസിഷൻ എല്ലായിടത്തും ഒരേ തരത്തിലാണെങ്കിൽ അത് ഹോമോജീനിയസ് മിക്സർ ആയിരിക്കും. എന്നാൽ വ്യത്യസ്ത ഭാഗങ്ങളിൽ വ്യത്യസ്ത രീതിയിലാണ് അതിൻ്റെ കോമ്പോസിഷൻ എങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? ഹെട്രോജീനിയസ് മിക്സർ എന്ന് വിളിക്കും. സാധാരണ ഒരു ഹോമോജീനിയസ് മിക്സറിൽ ജനറലി നോ വിസിബിൾ ബൗണ്ടറി സെപ്പറേഷൻ. കമ്പോണൻസിനെ പ്രത്യേകം നമുക്ക് വേർതിരിഞ്ഞ് കാണാൻ സാധിക്കില്ല. എന്നാൽ ഹെട്രോജീനിയസ് മിക്സറിലോ യൂഷ്വലി എ വിസിബിൾ ബൗണ്ടറി ഓഫ് സെപ്പറേഷൻ, നമുക്ക് വേർതിരിച്ച് കമ്പോണൻസിനെ കാണുവാൻ സാധിക്കും. ഉദാഹരണത്തിന് ഷുഗർ ഇൻ വാട്ടർ. ഷുഗർ എടുത്ത് വെള്ളത്തിലിട്ടാൽ അതെല്ലായിടത്തും ഒരേപോലെ അലിഞ്ഞു ചേർന്ന് കോമ്പോസിഷൻ ആ സൊല്യൂഷൻ മൊത്തത്തിൽ ഒരേപോലെ ആയിരിക്കും. അതുകൊണ്ട് ഒരു ഹോമോജീനിയസ് മിക്സറാണ്. ഇതേപോലെ സീ വാട്ടർ, എയർ ആർ എക്സാമ്പിൾ ഫോർ ഹോമോജീനിയസ് മിക്സർ. എന്നാൽ ഓയിലെടുത്ത് വാട്ടറിലിട്ടാലോ ഓയിലും വാട്ടറും മാറി മാറി കിടക്കും, അല്ലേ? അപ്പോൾ നമുക്ക് ഒരു വിസിബിൾ ബൗണ്ടറി ഓഫ് സെപ്പറേഷൻ ഉണ്ട്. ഓയിലും വാട്ടറും തമ്മിൽ കോമ്പോസിഷൻ ഈസ് നോട്ട് ദ സെയിം ത്രൂ ഔട്ട് ദ സാമ്പിൾ. അതുകൊണ്ട് ഓയിൽ ഇൻ വാട്ടർ ഈസ് എ ഹെട്രോജീനിയസ് മിക്സർ. ഇതേപോലെ സാൻഡ് ആൻഡ് വാട്ടർ, മഡി വാട്ടർ ആർ ടിപ്പിക്കൽ എക്സാമ്പിൾ ഫോർ ഹെട്രോജീനിയസ് മിക്സേഴ്സ്. അപ്പോൾ എന്താണ് സൊല്യൂഷൻസ്? സൊല്യൂഷൻസ് ആർ ഹോമോജീനിയസ് മിക്സേഴ്സ് ഓഫ് 2 or more than 2 components. 2 അതിൽ കൂടുതലോ കമ്പോണൻസുകൾ ചേർന്ന ഒരു ഹോമോജീനിയസ് മിക്സറാണ് സൊല്യൂഷൻസ്. സാൾട്ട് എടുത്ത് വാട്ടറിൽ ആഡ് ചെയ്തപ്പോൾ നമുക്കൊരു സൊല്യൂഷൻ കിട്ടിയല്ലോ. ആ സൊല്യൂഷനെ നമ്മൾ എന്ത് വിളിച്ചു? സാൾട്ട് സൊല്യൂഷൻ, അല്ലേ? NaCl ഇൻ വാട്ടർ, സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ. ഇവിടെ എക്സസ് ആയിട്ടൊരു കമ്പോണൻറ്റിലെ അധികം അളവിലുള്ള ഒരു കമ്പോണൻ്റ് ആരാണ്? വാട്ടറല്ലേ? അങ്ങനെ എക്സസ് കമ്പോണൻറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സോൾവെൻറ്റ്. എന്താ വിളിക്കുക? സോൾവെൻറ്റ്. ദ എക്സസ് കമ്പോണൻറ്റ് ഈസ് കോൾഡ് സോൾവെൻറ്റ്. ഇവിടെ വാട്ടർ ലിക്വിഡ് സ്റ്റേറ്റിലും സാൾട്ട് അഥവാ സോഡിയം ക്ലോറൈഡ് സോളിഡ് സ്റ്റേറ്റിലുമാണ്. എന്നാൽ ഈ സോളിഡ് സാൾട്ട് ഈ വാട്ടർ ലിക്വിഡിൽ അലിഞ്ഞു ചേരുമ്പോൾ കിട്ടുന്ന സൊല്യൂഷൻ ഏതവസ്ഥയിൽ തന്നെയാണ്? ലിക്വിഡ് സ്റ്റേറ്റിൽ തന്നെയാണ്. അപ്പോൾ നമുക്ക് മനസ്സിലായി ഏതാണോ എക്സസ് കമ്പോണൻറ്റ് അതിൻ്റെ ഫിസിക്കൽ സ്റ്റേറ്റ് തന്നെ ആയിരിക്കും അതുണ്ടാക്കുന്ന സൊല്യൂഷൻ്റെയും. അതുകൊണ്ട് നമുക്ക് എന്താ പറയാം? ദ എക്സസ് കമ്പോണൻറ്റ് കോൾഡ് സോൾവെൻറ്റ് വിച്ച് ഡിസൈഡ് ദ ഫേസ് ഓഫ് ദി സൊല്യൂഷൻ. ഇനി സൊല്യൂഷനിലെ മറ്റ് കമ്പോണൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സൊല്യൂട്ട്. അപ്പോൾ ഇവിടെ സാൾട്ട് അഥവാ സോഡിയം ക്ലോറൈഡിനെ എന്ത് വിളിക്കാം? സൊല്യൂട്ട് എന്ന് വിളിക്കാം. അപ്പോൾ ഒരു സൊല്യൂട്ട് ഒരു സോൾവെൻറ്റിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? സൊല്യൂഷൻ കിട്ടി. അപ്പോൾ സൊല്യൂഷന് 2 പാർട്ടുകളാണുള്ളത്. അധിക അളവിലുള്ള അഥവാ എക്സസ് കമ്പോണൻറ്റിനെ സോൾവെൻ്റ് എന്നും മറ്റ് കമ്പോണൻറ്റിനെ സൊല്യൂട്ട് എന്നും വിളിക്കും. നമ്മൾ എന്താ കണ്ടത്? ഒരു സൊല്യൂഷനിലെ എക്സസ് കമ്പോണൻ്റായ സോൾവെൻ്റ് ആണ് ആ സൊല്യൂഷൻ ഏത് ടൈപ്പാണെന്ന് തീരുമാനിക്കുന്നത്.
അങ്ങനെയാണെങ്കിൽ നമുക്ക് 3 ടൈപ്പ് സൊല്യൂഷൻ ഉണ്ടാവാമല്ലോ. സോൾവെൻറ്റ് ഗ്യാസ് ആണെങ്കിൽ അതുണ്ടാക്കുന്ന സൊല്യൂഷൻ എന്തായിരിക്കും? ഗേഷ്യസ് സൊല്യൂഷൻ. ഇനി സോൾവെൻറ്റ് ലിക്വിഡ് ആണെങ്കിൽ അതുണ്ടാക്കുന്ന സൊല്യൂഷൻ എന്തായിരിക്കാം? ലിക്വിഡ് സൊല്യൂഷൻ. അതേപോലെ സോൾവെൻറ്റ് സോളിഡ് ആണെങ്കിൽ അതുണ്ടാക്കുന്ന സൊല്യൂഷൻ സോളിഡ് സൊല്യൂഷൻ. ഇനി ഗേഷ്യസ് സൊല്യൂഷൻ 3 ടൈപ്പ് ആകാമല്ലോ. കാരണം സൊല്യൂട്ട് ഗ്യാസ് ആകാം, ലിക്വിഡ് ആകാം, സോളിഡ് ആകാം. അപ്പോൾ ഗ്യാസ് ഇൻ ഗ്യാസ് ടൈപ്പ്, ഉദാഹരണത്തിന് മിക്സർ ഓഫ് ഓക്സിജൻ ആൻഡ് നൈട്രജൻ ഗ്യാസ്. ഇവിടെ നൈട്രജൻ എക്സസ് ആണ്, ദാറ്റ് ഈസ് ദ സോൾവെൻറ്റ്. ഓക്സിജൻ കുറഞ്ഞ അളവിൽ കാണപ്പെടുന്നു, അത് സൊല്യൂട്ടാണ്. ഇവിടെ എക്സസ് കമ്പോണൻറ്റ് നൈട്രജൻ ഗ്യാസ് ആയതുകൊണ്ട് ആ സൊല്യൂഷൻ ഏത് ടൈപ്പായിരിക്കും? ഗേഷ്യസ് സൊല്യൂഷൻ. ഇനി ലിക്വിഡ് ഇൻ ഗ്യാസ് ടൈപ്പ്, ഉദാഹരണത്തിന് ക്ലോറോഫോം ലിക്വിഡ്, അത് സൊല്യൂട്ടാണ്. അത് നൈട്രജൻ ഗ്യാസ് എന്ന് പറയുന്ന സോൾവെൻറ്റിൽ ചേർന്ന് സൊല്യൂഷൻ ആകുമ്പോൾ ആ സൊല്യൂഷൻ എന്തായിരിക്കും? ഗേഷ്യസ് സൊല്യൂഷൻ. കാരണം ഇത് എക്സസ് ആയിട്ടുള്ള നൈട്രജൻ ഗ്യാസ് ആണ്. ഇനി സോളിഡ് ഇൻ ഗ്യാസ് ടൈപ്പ്, ഉദാഹരണത്തിന് കാംഫർ, അത് സോളിഡ് അല്ലേ, അത് നൈട്രജൻ ഗ്യാസുമായിട്ട് മിക്സ് ചെയ്ത് സൊല്യൂഷൻ ആകുന്നു. അപ്പോൾ നൈട്രജൻ ഗ്യാസ് ആയതുകൊണ്ട് ഇതുണ്ടാക്കുന്ന സൊല്യൂഷൻ ഏതായിരിക്കും? ഗേഷ്യസ് സൊല്യൂഷൻ. ഇനി ലിക്വിഡ് സൊല്യൂഷനും ഇതേപോലെ 3 ടൈപ്പ് വരാമല്ലോ. കാരണം സൊല്യൂട്ട് ഗ്യാസ് ആകാം, ലിക്വിഡ് ആകാം, സോളിഡ് ആകാം. അപ്പോൾ ഒരു ടൈപ്പ് ഗ്യാസ് ഇൻ ലിക്വിഡ് ടൈപ്പ്, ഉദാഹരണത്തിന് ഓക്സിജൻ ഡിസോൾഡ് ഇൻ വാട്ടർ. ഓക്സിജൻ എന്ന് പറയുന്ന ഗ്യാസ് അത് സൊല്യൂട്ടാണ്, അത് ഡിസോൾവ് ചെയ്തിരിക്കുന്നത് എക്സസ് ആയിട്ടുള്ള വാട്ടറിൽ. വാട്ടർ ലിക്വിഡ് ആയതുകൊണ്ട് അതുണ്ടാക്കുന്ന സൊല്യൂഷൻ ലിക്വിഡ് സൊല്യൂഷൻ. ഇനി സൊല്യൂട്ടും സോൾവെൻറ്റും ലിക്വിഡാണ്, ഉദാഹരണത്തിന് എഥനോൾ ഡിസോൾഡ് ഇൻ വാട്ടർ. രണ്ടും ലിക്വിഡാണ്, ഉണ്ടാക്കുന്ന സൊല്യൂഷൻ അഗെയിൻ ലിക്വിഡ് സൊല്യൂഷൻ ബിക്കോസ് ദ സോൾവെൻറ്റ് ഹിയർ ഇറ്റ് ഈസ് വാട്ടർ, ദാറ്റ്സ് എ ലിക്വിഡ്. ഇനി സോൾഡ് ഇൻ ലിക്വിഡ്, ഉദാഹരണത്തിന് ഗ്ലൂക്കോസ് ഡിസോൾഡ് ഇൻ വാട്ടർ. ഗ്ലൂക്കോസ് ഒരു സോളിഡ് അല്ലേ, ഇതാണ് സൊല്യൂട്ട്. ഇത് എക്സസ് ആയിട്ടുള്ള വാട്ടർ എന്ന് പറയുന്ന സോൾവെൻറ്റിൽ അലിഞ്ഞു ചേരുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്ന സൊല്യൂഷൻ ഏതായിരിക്കും? ലിക്വിഡ് സൊല്യൂഷൻ. കാരണം എക്സസ് കമ്പോണൻറ്റ് കോൾഡ് സോൾവെൻറ്റ് ഈസ് ലിക്വിഡ്. ഇനി മൂന്നാമത്തെ ടൈപ്പ് സോളിഡ് സൊല്യൂഷൻ. അത് 3 ടൈപ്പ് വരാമല്ലോ. കാരണം സൊല്യൂട്ട് ഗ്യാസ് ആകാം, ലിക്വിഡ് ആകാം, സോളിഡ് ആകാം. അപ്പോൾ ആദ്യത്തെ ഗ്യാസ് ഇൻ സോളിഡ് ടൈപ്പ്, ഉദാഹരണത്തിന് സൊല്യൂഷൻ ഓഫ് ഹൈഡ്രജൻ ഇൻ പലേഡിയം. ഹൈഡ്രജൻ എന്ന് പറയുന്ന ഗ്യാസ് പലേഡിയം എന്ന് പറയുന്ന സോളിഡിൽ ചേർന്നുള്ള സൊല്യൂഷൻ. ഇതിൽ പലേഡിയം എന്ന് പറയുന്ന സോളിഡ് ആയതുകൊണ്ട് അതുണ്ടാക്കുന്ന സൊല്യൂഷൻ എന്താണ്? സോളിഡ് സൊല്യൂഷൻ. കാരണം എക്സസ് ആയിട്ടുള്ളത് സോളിഡാണ്. ഇനി ലിക്വിഡ് ഇൻ സോളിഡ്, ഉദാഹരണത്തിന് അമാൽഗം ഓഫ് മെർക്കുറി വിത്ത് സോഡിയം. മെർക്കുറി എന്ന് പറയുന്ന സൊല്യൂട്ട് ലിക്വിഡ് സ്റ്റേറ്റിലാണ്, അത് ചേർന്നിരിക്കുന്ന സോൾവെൻറ്റ് സോഡിയമാണ്, അത് സോളിഡ് ആയതുകൊണ്ട് ആ സൊല്യൂഷൻ എന്താണ്? സോളിഡ് സൊല്യൂഷൻ. ഇതേപോലെ സോളിഡ് ഇൻ സോളിഡ് ടൈപ്പ്, ഉദാഹരണത്തിന് കോപ്പർ ഡിസോൾഡ് ഇൻ ഗോൾഡ്. കോപ്പറും ഗോൾഡും ചേർന്നൊരു അലോയ് ഉണ്ടായി, ദാറ്റ്സ് എ സൊല്യൂഷൻ. ഇവിടെ കോപ്പർ സൊല്യൂട്ടാണ്, അത് സോളിഡാണ്. ഗോൾഡ് എന്ന് പറയുന്നതാണ് എക്സസ്, അതും സോളിഡാണ്. അപ്പോൾ എക്സസ് കമ്പോണൻറ്റ് സോളിഡ് ആയതുകൊണ്ട് ഇത് ഉണ്ടാക്കുന്ന സൊല്യൂഷൻ എന്തായിരിക്കും? സോളിഡ് സൊല്യൂഷൻ. ടൈപ്പ് ഓഫ് സോളിഡ് സൊല്യൂഷൻസ്. 2 തരം സോളിഡ് സൊല്യൂഷനാണുള്ളത്. ഒരു സോളിഡ് സൊല്യൂഷനിലെ 2 സബ്സ്റ്റൻസിൽ ഒരു പാർട്ടിക്കിൾ വളരെ വലുതാണെന്നിരിക്കട്ടെ, മറ്റേ പാർട്ടിക്കിൾ വളരെ ചെറുതാണെന്നും ഇരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഈ വലിയ പാർട്ടിക്കിൾ ക്ലോസ്ഡ് അടുക്കുമ്പോൾ ഇടയ്ക്ക് എം ടി സ്പേസ് വരില്ലേ, അഥവാ ഇൻ്റർസ്റ്റീഷ്യൽ സൈറ്റ് വരില്ലേ? ഇത്തരത്തിലുള്ള ഇൻ്റർസ്റ്റീഷ്യൽ സൈറ്റിൽ ചെറിയ പാർട്ടിക്കിൾ ഒക്കുപ്പ് ചെയ്യുന്ന വിചാരിക്കുക, യൂണിഫോമായി ഒക്കുപ്പ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഇത്തരത്തിലുള്ള സോളിഡ് സൊല്യൂഷനെ നമുക്ക് എന്ത് വിളിക്കാം? ഇൻ്റർസ്റ്റീഷ്യൽ സോളിഡ് സൊല്യൂഷൻ എന്ന് വിളിക്കും. ഇൻ്റർസ്റ്റീഷ്യൽ സോളിഡ് സൊല്യൂഷൻ. അപ്പോൾ ഇൻ്റർസ്റ്റീഷ്യൽ സോളിഡ് സൊല്യൂഷൻ്റെ പ്രത്യേകത എന്താ? സോളിഡ് സൊല്യൂഷൻ ഫോംഡ് ബിറ്റ്വീൻ 2 സബ്സ്റ്റൻസസ്, one whose particles are very large and other whose particles are very small. അങ്ങനെയാണെങ്കിൽ വലിയ പാർട്ടിക്കിൾ ഉണ്ടാക്കുന്ന ഇൻ്റർസ്റ്റീഷ്യൽ സൈറ്റിൽ ചെറിയ പാർട്ടിക്കിൾ യൂണിഫോമായിട്ട് ഒക്കുപ്പ് ചെയ്യും. ഇത്തരത്തിലുള്ള സോളിഡ് സൊല്യൂഷനെ വിളിക്കുന്ന പേരാണ് ഇൻ്റർസ്റ്റീഷ്യൽ സോളിഡ് സൊല്യൂഷൻ. ഇനി 2 സബ്സ്റ്റൻസുകൾ ചേർന്ന് ഒരു സോളിഡ് സൊല്യൂഷൻ ഉണ്ടാകുന്നു എന്നിരിക്കട്ടെ. അതിൽ ഒരു സബ്സ്റ്റൻസിൻ്റെ പാർട്ടിക്കിൾ സൈസുമായിട്ട് വളരെ സിമിലറാണ്
രണ്ടാമത്തെ സബ്സ്റ്റൻസിലെ പാർട്ടിക്കിൾ സൈസ് എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ സബ്സ്റ്റൻസിലെ പാർട്ടിക്കിൾ ഉണ്ടാക്കുന്ന ഇൻ്റർസ്റ്റീഷ്യൽ സ്പേസിൽ രണ്ടാമത്തെ സബ്സ്റ്റൻസിലെ പാർട്ടിക്കിളിന് ഒക്കുപ്പ് ചെയ്യാൻ പറ്റുമോ? ഇല്ലല്ലോ, കാരണം രണ്ടും ഒരേ സൈസാണ്, ഇടയ്ക്ക് കയറിയിരിക്കാൻ പറ്റില്ല. അപ്പോൾ പിന്നെ സബ്സ്റ്റിറ്റ്യൂഷന് മാത്രമേ സ്കോപ്പുള്ളൂ. അതായത് ആദ്യത്തെ സബ്സ്റ്റൻസിലെ പാർട്ടിക്കിളിനെ അതേ സൈസ് വരുന്ന രണ്ടാമത്തെ സബ്സ്റ്റൻസിലെ പാർട്ടിക്കിൾ എന്ത് ചെയ്യും? യൂണിഫോമായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെടും. അപ്പോൾ ഇത്തരത്തിൽ ഉള്ള സോളിഡ് സൊല്യൂഷനെ വിളിക്കുന്നവരാണ് സബ്സ്റ്റിറ്റ്യൂഷണൽ സോളിഡ് സൊല്യൂഷൻ. എന്താ വിളിക്കുക? സബ്സ്റ്റിറ്റ്യൂഷണൽ സോളിഡ് സൊല്യൂഷൻ. അപ്പോൾ എന്താണ് സബ്സ്റ്റിറ്റ്യൂഷണൽ സോളിഡ് സൊല്യൂഷൻ? സോളിഡ് സൊല്യൂഷൻ ഫോംഡ് ബിറ്റ്വീൻ ടു സബ്സ്റ്റൻസസ്, one whose particles are very similar to other whose particle. അപ്പോൾ രണ്ട് പാർട്ടിക്കിളും സിമിലർ ആണെങ്കിൽ അതുണ്ടാക്കുന്ന സോളിഡ് സൊല്യൂഷൻ എന്തായിരിക്കും? സബ്സ്റ്റിറ്റ്യൂഷണൽ സോളിഡ് സൊല്യൂഷൻ. എന്നാൽ ഒരു പാർട്ടിക്കിൾ വളരെ വലുതും രണ്ടാമത്തെ സബ്സ്റ്റൻസിലെ പാർട്ടിക്കിൾ വളരെ ചെറുതുമാണെങ്കിൽ ആദ്യത്തെ സബ്സ്റ്റൻസിലെ പാർട്ടിക്കിൾ ഉണ്ടാക്കുന്ന ഇൻ്റർസ്റ്റീഷ്യൽ സ്പേസിൽ രണ്ടാമത്തെ സബ്സ്റ്റൻസിലെ ചെറിയ പാർട്ടിക്കിൾ എന്ത് ചെയ്യും? ഒക്കുപ്പ് ചെയ്യും. അപ്പോൾ അതെന്ത് ടൈപ്പ് വരും? ഇൻ്റർസ്റ്റീഷ്യൽ സോളിഡ് സൊല്യൂഷൻ. എന്താണ് കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻ? കഴിഞ്ഞ വർഷവും നമ്മൾ പഠിച്ചതാണ് കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻ ഫസ്റ്റ് യൂണിറ്റിൽ. അതിനെ രേഖപ്പെടുത്താൻ വിവിധ മാർഗങ്ങളും നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചു. എന്താണ് കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻ? നമുക്കറിയാം സൊല്യൂഷനിൽ എക്സസ് ആയിട്ട് സോൾവൻ്റ് ഉണ്ട്, എന്നാൽ കുറഞ്ഞ അളവിൽ സൊല്യൂട്ടുകളുണ്ട്. അപ്പോൾ സൊല്യൂട്ടിൻ്റെ അളവ് ഒരു ഗിവൺ എമൗണ്ട് ഓഫ് സോൾവെൻറ്റിൽ എത്ര ഉണ്ട് എന്ന് പറഞ്ഞാൽ അതെന്തിനെ കാണിക്കും? കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷനെ കാണിക്കും. ഉദാഹരണത്തിന് 100 ml വാട്ടറിൽ 5 ഗ്രാം സോൾട്ട് നമ്മൾ അലിയിച്ചെടുക്കുമ്പോൾ ഉള്ള കോൺസെൻട്രേഷൻ ആണോ 100 ml വാട്ടറിൽ 10 ഗ്രാം സോൾട്ട് അല്ലെങ്കിൽ 15 ഗ്രാം സോൾട്ട് ലയിപ്പിക്കുമ്പോൾ കിട്ടുന്നത്? അല്ലല്ലോ. അപ്പോൾ ഒരു ഗിവൺ എമൗണ്ട് ഓഫ് സോൾവെൻറ്റിൽ സൊല്യൂട്ടിൻ്റെ അളവ് കൂടുന്നതനുസരിച്ച് ആ സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ അഥവാ ഗാഢത കൂടും. അപ്പോൾ സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷനെ രേഖപ്പെടുത്തണമെങ്കിൽ നമ്മൾ എന്ത് പറയേണ്ടി വരും? ആ സോൾവെൻറ്റിൽ എത്ര സൊല്യൂട്ട് ഉണ്ട് എന്ന് പറയേണ്ടി വരും, അല്ലേ? അപ്പോൾ നമുക്ക് വിവിധ മാർഗങ്ങളുണ്ട് ഇത്തരത്തിൽ കോൺസെൻട്രേഷനെ രേഖപ്പെടുത്താൻ. മെത്തേഡ്സ് ഫോർ എക്സ്പ്രസിങ് കോൺസെൻട്രേഷൻ ഓഫ് ബൈനറി സൊല്യൂഷൻ. എന്താ ബൈനറി സൊല്യൂഷൻ? സൊല്യൂഷൻ വിത്ത് 2 കമ്പോണൻറ്റ്സ്. അതിൽ എക്സസ് കമ്പോണൻറ്റ് സോൾവെൻറ്റിനെ എ എന്ന ലെറ്റർ കൊണ്ടും സൊല്യൂട്ടിനെ ബി എന്ന ലെറ്റർ കൊണ്ടും നമ്മൾ സൂചിപ്പിക്കുന്നു. ഇനി ഏതെങ്കിലും ഒരു കമ്പോണൻ്റെ മാസ് പെർസെൻറ്റേജ് നമുക്ക് വേണം. സാധാരണ നമ്മൾ സൊല്യൂട്ടിൻ്റെ മാസ് പെർസെൻറ്റേജ് പറയണം എന്നിരിക്കട്ടെ. മാസ് പെർസെൻറ്റ് ഓഫ് സൊല്യൂട്ട്. സൊല്യൂട്ടിൻ്റെ അളവ് പറഞ്ഞാൽ അത് കോൺസെൻട്രേഷനെ കാണിക്കുമല്ലോ. ഇപ്പോൾ മാസ് പെർസെൻറ്റ് ഓഫ് സൊല്യൂട്ട് കണ്ടുപിടിക്കണമെങ്കിൽ സൊല്യൂഷനിൽ ആരൊക്കെയുണ്ട്? സോൾവെൻറ്റും ഉണ്ട്, സൊല്യൂട്ടും ഉണ്ട്. അപ്പോൾ മാസ് ഓഫ് സോൾവെൻറ്റ്, അപ്പോൾ മാസ് ഓഫ് എ പ്ലസ് മാസ് ഓഫ് സൊല്യൂട്ട് മാസ് ഓഫ് ബി, ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ എന്ത് കിട്ടി? ടോട്ടൽ മാസ് ഓഫ് സൊല്യൂഷൻ കിട്ടി. അതിൽ ഏതെങ്കിലും ഒരു കമ്പോണൻ്റെ മാസ്, ഇപ്പോൾ നമുക്ക് വേണ്ടത് മാസ് പെർസെൻറ്റ് ഓഫ് സൊല്യൂട്ട്, അങ്ങനെയാണെങ്കിൽ മാസ് ഓഫ് സൊല്യൂട്ട് ദാറ്റ് ഈസ് മാസ് ഓഫ് ബി. അപ്പോൾ ഈ റേഷ്യോയെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടി? മാസ് പെർസെൻറ്റ് ഓഫ് സൊല്യൂട്ട്. മൊത്തം സൊല്യൂഷൻ്റെ മാസിൽ സൊല്യൂട്ട് എത്ര എന്നാൽ 100-ന് എത്ര? ഇതിനെയാണ് എന്ത് വിളിക്കുക? മാസ് പെർസെൻറ്റ് ഓഫ് സൊല്യൂട്ട്. മാസ് പെർസെൻറ്റേജ് പോലെ എന്താണ് വോളിയം പെർസെൻറ്റ്? വോളിയം പെർസെൻറ്റ് ദാറ്റ് മീൻസ് വോളിയം ഓഫ് ദ കമ്പോണൻറ്റ് ഡിവൈഡ് ബൈ ടോട്ടൽ വോളിയം ഓഫ് ദ സൊല്യൂഷൻ മൾട്ടിപ്ലൈഡ് ബൈ 100. ഉദാഹരണത്തിന് വോളിയം പെർസെൻറ്റ് ഓഫ് സൊല്യൂട്ട് എങ്ങനെ കണ്ടുപിടിക്കാം? നമ്മൾ മാസ് പെർസെൻറ്റ് കണ്ടുപിടിച്ചതുപോലെ വോളിയം ഓഫ് സൊല്യൂട്ട്, വോളിയം ഓഫ് സൊല്യൂട്ട് ഏതാ? ബി ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് ദ സൊല്യൂഷൻ ദാറ്റ് മീൻസ് വോളിയം ഓഫ് സൊല്യൂട്ട് പ്ലസ് വോളിയം ഓഫ് സോൾവെൻറ്റ്. വോളിയം ഓഫ് സൊല്യൂട്ട് ബി പ്ലസ് വോളിയം ഓഫ് സോൾവെൻറ്റ് എ മൾട്ടിപ്ലൈഡ് ബൈ 100. അപ്പോൾ 5% വോളിയം സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ഓരോ 100 ml സൊല്യൂഷനിലും 5 ml എന്നത് സൊല്യൂട്ടിൻ്റെ അളവും ബാക്കി എത്രയുണ്ട്? 100 - 5 ml ദാറ്റ് മീൻസ് 95 ml സോൾവെൻ്റ് അളവുമാണ്. അപ്പോൾ 5% വോളിയം സൊല്യൂഷൻ മീൻസ് 100 വോളിയം ഓഫ് സൊല്യൂഷൻ കണ്ടെയ്ൻ 5 ml ഓഫ് സൊല്യൂട്ട് ആൻഡ് ദ റിമൈനിങ് 95 ml സോൾവെൻറ്റ്. ഇനി വേറൊരു മെത്തേഡാണ് മാസ് ബൈ വോളിയം പെർസെൻറ്റേജ്.
അതായത് ഓരോ 100 ml സൊല്യൂഷനിലും സൊല്യൂട്ട് എത്ര മാസ് ആണെന്ന് പറയാം. ദാറ്റ് മീൻസ് മാസ് ഓഫ് ദ സൊല്യൂട്ട് ബി ഡിവൈഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ. അതിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക? 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടി? മാസ് ബൈ വോളിയം പെർസെൻറ്റേജ്. അപ്പോൾ മാസ് ബൈ വോളിയം പെർസെൻറ്റേജ് ഈസ് ദ മാസ് ഓഫ് ദ സൊല്യൂട്ട് ഡിസോൾവ് ഇൻ 100 ml സൊല്യൂഷൻ. ഓരോ 100 ml സൊല്യൂഷനിലും എത്ര മാസ് സൊല്യൂട്ട് ഡിസോൾവ് ചെയ്തിരിക്കുന്നു അതിനെ വിളിക്കുന്ന പേരാണ് മാസ് ബൈ വോളിയം പെർസെൻറ്റേജ്. ഒരു സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷനെ എക്സ്പ്രസ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന വേറൊരു മെത്തേഡാണ് മൊളാരിറ്റി. ഇതും കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചതാണ്. അതായത് സൊല്യൂട്ടിൻ്റെ അളവ് അല്ലെങ്കിൽ സൊല്യൂട്ടിൻ്റെ എമൗണ്ട് മോൾസിൽ പറയുന്നു. ഓരോ ലിറ്റർ സൊല്യൂഷനിലും എത്ര മോൾ സൊല്യൂട്ട് ഡിസോൾവ് ചെയ്തിട്ടുണ്ട് അതിനെ വിളിക്കുന്നവരാണെന്ത്? മൊളാരിറ്റി. അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ എം. അപ്പോൾ മൊളാരിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിസോൾവ്ഡ് പെർ ലിറ്റർ ഓഫ് സൊല്യൂഷൻ. ഓരോ ലിറ്റർ സൊല്യൂഷനിലും എത്ര മോൾ സൊല്യൂട്ട് അലിഞ്ഞു ചേർന്നിട്ടുണ്ട് അതിൻ്റെ എമൗണ്ട് മോളിൽ പറയുക. അതിനെ വിളിക്കുന്നവരാണെന്ത്? മൊളാരിറ്റി. അപ്പോൾ അതിൻ്റെ മൊളാരിറ്റിയുടെ യൂണിറ്റ് എന്താ? മോളിൽ പറയുന്നു. സൊല്യൂട്ടിൻ്റെ അളവ് ഓരോ ലിറ്റർ ഓഫ് സൊല്യൂഷനിലും. അപ്പോൾ ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ. അതുകൊണ്ട് മോൾ ബൈ ലിറ്റർ ഓർ മോൾ പെർ ലിറ്റർ, ദാറ്റ് ഈസ് എ യൂണിറ്റ് ഓഫ് മൊളാരിറ്റി. അപ്പോൾ മൊളാരിറ്റി നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ടിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി? ആ സൊല്യൂഷൻ്റെ വോളിയം ഇൻ ലിറ്റർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ മൊളാരിറ്റി എങ്ങനെയാണ് കണ്ടുപിടിക്കുക? മൊളാരിറ്റി എം ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ, ദാറ്റ് ഈസ് ഈക്വൽ ടു മൊളാരിറ്റി. അപ്പോൾ മൊളാരിറ്റി എങ്ങനെ കണ്ടുപിടിക്കാം? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ. എൻ ബി എന്താ? എൻ ബി നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട്, വി ഇൻ ലിറ്റർ, വോളിയം ഇൻ ലിറ്റർ. ഇനി മൊളാരിറ്റി ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് നമുക്ക് തന്നിട്ടില്ലെങ്കിൽ നമ്പർ ഓഫ് മോൾസ് എങ്ങനെ കണ്ടുപിടിക്കാം? കഴിഞ്ഞ വർഷം പഠിച്ചു. മാസ് ഇൻ ഗ്രാം ഡിവൈഡഡ് ബൈ മോളാർ മാസ്. അപ്പോൾ WB എന്ന് പറയുന്ന സൊല്യൂട്ടിൻ്റെ വെയിറ്റ് എന്നിരിക്കട്ടെ, ഗ്രാമിലുള്ള വെയിറ്റ്, അതിനെ അതിൻ്റെ മോളാർ മാസ് MB കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. എന്ത് കിട്ടും? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ. പലപ്പോഴും നമ്മുടെ പ്രോബ്ലത്തിലൊക്കെ വോളിയം ml ആയിരിക്കും തരുന്നത്. അങ്ങനെ ml തന്നാലും നമ്മൾ എന്തിലേക്ക് മാറ്റണം? ലിറ്ററിലേക്ക് മാറ്റണം. അപ്പോൾ വോളിയം ml ആണെങ്കിൽ ലിറ്റർ ആക്കാൻ നമ്മൾ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യും? 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ ഈ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? M ഈസ് ഈക്വൽ ടു പറയൂ WB ഡിവൈഡഡ് ബൈ MB. ഇതിനെ നമ്മൾ തിരിച്ചിട്ട് ഗുണിക്കും. അപ്പോൾ 1000 മേളിൽ പോയി, B in ml താഴെ വന്നു അല്ലേ? അപ്പോൾ ദിസ് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ മൊളാരിറ്റി ഓഫ് സൊല്യൂഷൻ. അപ്പോൾ എന്താ മൊളാരിറ്റി ഓഫ് സൊല്യൂഷൻ? M ഈസ് ഈക്വൽ ടു WB ഡിവൈഡ് ബൈ MB ഇൻറ്റു 1000 ഡിവൈഡ് ബൈ V in ml. ഇവിടെ ഓരോ ടേമും എന്താണെന്ന് നമുക്കറിയണം പ്രോബ്ലം ചെയ്യുമ്പോൾ. WB വെയിറ്റ് ഓഫ് സൊല്യൂട്ട് ഇൻ ഗ്രാം, ഇത് ഗ്രാമിൽ തന്നെ എടുക്കണം. എന്തുകൊണ്ടാണ്? MB എന്ന് പറയുന്ന മോളാർ മാസാണ്. മോളാർ മാസ് എപ്പോഴും ഗ്രാമിലേ പറയൂ. അപ്പോൾ മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് MB, ഇത് ഗ്രാമിലായതുകൊണ്ട് വെയിറ്റ് ഓഫ് സൊല്യൂട്ട് ഗ്രാമിൽ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇനി സൊല്യൂഷൻ്റെ വോളിയം ml ആണെങ്കിൽ ലിറ്റർ ആക്കാൻ നമ്മൾ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ആ ഡിവൈഡ് ചെയ്ത 1000 ആണ് മുകളിൽ പോയത്. നേരെ മറിച്ച് വോളിയം ലിറ്ററിലാണെങ്കിൽ ഈ 1000 ആവശ്യമില്ലല്ലോ. അപ്പോൾ WB ഡിവൈഡ് ബൈ MB ഇൻറ്റു 1 ബൈ V in ലിറ്റർ. സോ ദിസ് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ മൊളാരിറ്റി. അപ്പോൾ മൊളാരിറ്റിക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്താ? മൊളാരിറ്റി വോളിയം ബേസ്ഡ് ആണ്. ശരിയല്ലേ? മൊളാരിറ്റി ഈസ് വോളിയം ബേസ്ഡ്. വോളിയം ടെമ്പറേച്ചർ അനുസരിച്ച് മാറുമല്ലോ. അങ്ങനെ വരുമ്പോൾ നമുക്ക് പറയാം മൊളാരിറ്റി ചേഞ്ചസ് വിത്ത് ടെമ്പറേച്ചർ. മൊളാരിറ്റി ടെമ്പറേച്ചർ അനുസരിച്ച് മാറുന്നു. എന്തുകൊണ്ട്? സിൻസ് ഇറ്റ് ഈസ് വോളിയം ബേസ്ഡ് ആൻഡ് വോളിയം ചേഞ്ചസ് വിത്ത് ടെമ്പറേച്ചർ. ഇനി ചില പ്രോബ്ലത്തിൽ സൊല്യൂട്ടിൻ്റെ മാസ് പെർസെൻറ്റേജ് തരും. 100ൽ സൊല്യൂട്ട് എത്രയുണ്ടെന്ന് തരും. കൂടാതെ സൊല്യൂഷൻ്റെ ഡെൻസിറ്റി തരും ഇൻ ഗ്രാം പെർ ml. 1 ml വെയിറ്റ് ആയിട്ട് തരും, ഗ്രാം പെർ ml. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ സൊല്യൂഷൻ്റെ മൊളാരിറ്റി നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഡയറക്റ്റായിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. ഇപ്പോൾ കൊമേഴ്സ്യലി അവൈലബിൾ നൈട്രിക് ആസിഡ് 68%, അതിൻ്റെ ഡെൻസിറ്റി 1.42 ഗ്രാം പെർ ml എന്ന് തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. വാട്ട് ഈസ് ദ മൊളാരിറ്റി ഓഫ് ദ സൊല്യൂഷൻ? അപ്പോൾ നമുക്ക് മാസ് പെർസെൻറ്റേജിലെ അതെടുക്കുക, P
പി എന്ന് പറഞ്ഞാൽ 100 അളവല്ലേ സൊല്യൂട്ടിൻ്റെ, അതിനെ ഡി കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്ത് ഡെൻസിറ്റി. അപ്പോൾ 1 ml വെയിറ്റ് അല്ലേ, അപ്പോൾ പി ഇൻറ്റു ഡി ചെയ്താൽ 100 ml ഉള്ള സൊല്യൂട്ടിൻ്റെ വെയിറ്റ് കിട്ടിയില്ലേ, അതിൻ്റെ 10 മടങ്ങ് എടുക്കുന്നു. അപ്പോൾ എത്രയാ, 1000 ml ഉള്ള സൊല്യൂട്ടിൻ്റെ വെയിറ്റ്. 1000 ml ഉള്ള സൊല്യൂട്ടിൻ്റെ വെയിറ്റ് എന്ന് പറയുമ്പോൾ 1 ലിറ്റർ, 1000 ml എന്ന് പറഞ്ഞാൽ 1 ലിറ്റർ, 1 ലിറ്ററുള്ള സൊല്യൂട്ടിൻ്റെ വെയിറ്റായി. ആ വെയിറ്റിനെ ആ സൊല്യൂട്ടിൻ്റെ മോളാർ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ വെയിറ്റ് ഇൻ ഗ്രാം ഡിവൈഡ് ബൈ മോളാർ മാസ് എന്താണ്, നമ്പർ ഓഫ് മോൾ. അപ്പോൾ ഈ കിട്ടിയ നമ്പർ ഓഫ് മോൾ എത്ര ലിറ്ററിലാണ്, 1 ലിറ്ററിലെയാണ് അല്ലെങ്കിൽ 1000 ml ആണ്. അതുകൊണ്ട് ഈ വാല്യൂവിനെ നമുക്ക് എന്താണ് എടുക്കാം, മൊളാരിറ്റി, ബിക്കോസ് ഇറ്റ് റെപ്രസെൻറ്റ് ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിസോൾവ് പെർ ലിറ്റർ ഓഫ് സൊല്യൂഷൻ. അതുകൊണ്ട് മൊളാരിറ്റി നമുക്ക് ഡയറക്റ്റായിട്ട് കണ്ടുപിടിക്കാം. എങ്ങനെ, പി ഇൻറ്റു ഡി ഇൻറ്റു 10 ഡിവൈഡ് ബൈ എം ബി. ഇവിടെ പി എന്ന് പറയുന്നത് മാസ് പെർസെൻറ്റ് ഓഫ് സൊല്യൂട്ട്, ഡി ഡെൻസിറ്റി ഓഫ് സൊല്യൂഷൻ ഇൻ ഗ്രാം പെർ എം എൽ, ഗ്രാം പെർ എം എല്ലിൽ തന്നെ ആകണം. ഇനി എം ബി എന്താ, എം ബി മോളാർ മാസ് ഓഫ് സൊല്യൂട്ട്, സൊല്യൂട്ടിൻ്റെ മോളാർ മാസ്. നമ്മൾ കണ്ടു മൊളാരിറ്റി ടെമ്പറേച്ചർ അനുസരിച്ച് മാറും, കാരണം മൊളാരിറ്റി വോളിയം ബേസ്ഡ് ആണ്. അതുകൊണ്ട് മൊളാരിറ്റി ഒരു നല്ല യൂണിറ്റ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് നമുക്ക് പറയാം. അതുകൊണ്ട് നമ്മൾ വോളിയത്തെ മാറ്റിയിട്ട് വേറൊരു രീതിയിൽ കോൺസെൻട്രേഷനെ പറയുന്നു. അതായത് ഓരോ കിലോഗ്രാം സോൾവെൻറ്റിലും എത്ര മോൾ സൊല്യൂട്ട് ഡിസോൾവ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് മീൻസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിസോൾവ് പെർ കിലോഗ്രാം ഓഫ് സോൾവെൻറ്റ്. വോളിയം ഓഫ് സൊല്യൂഷൻ മാറ്റി പകരം കിലോഗ്രാം ഓഫ് സോൾവെൻറ്റ്, അതായത് സോൾവെൻ്റെ വെയിറ്റ് കിലോഗ്രാമിൽ എടുത്തിട്ട് ഓരോ കിലോഗ്രാം സോൾവെൻറ്റിലും എത്ര മോൾ സൊല്യൂട്ട് ഡിസോൾവ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അത് കുറച്ചും കൂടി നല്ല യൂണിറ്റ് ആകും. കാരണം എന്താ, മാസ് ബേസ്ഡ് ആണ്. മാസ് ബേസ്ഡ് ആയതുകൊണ്ട് ടെമ്പറേച്ചർ അനുസരിച്ച് മാറില്ല. അതുകൊണ്ട് മൊളാരിറ്റിയേക്കാളും ഒരു ബെറ്റർ യൂണിറ്റ് ഉണ്ട് നമുക്ക് കോൺസെൻട്രേഷനെ രേഖപ്പെടുത്താൻ. അതാണ് മൊളാലിറ്റി, റെപ്രസെൻറ്റ് ബൈ ദ ലെറ്റർ സ്മോൾ എം. അതെന്താണ്, നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിസോൾവ് പെർ കിലോഗ്രാം ഓഫ് സോൾവെൻറ്റ്. ഓരോ കിലോഗ്രാം സോൾവെൻറ്റിലും എത്ര മോൾ സൊല്യൂട്ട് ഡിസോൾവ് ചെയ്തിട്ടുണ്ട്, അതിനെ വിളിക്കുന്നവരാണ് മൊളാലിറ്റി. അപ്പോൾ മൊളാലിറ്റിയുടെ യൂണിറ്റ് എന്താണ്, നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട്. ഇപ്പോൾ സൊല്യൂട്ടിൻ്റെ എമൗണ്ട് മോളിലും, താഴെ എന്താണ്, സോൾവെൻ്റെ വെയിറ്റ് കിലോഗ്രാമിലും. അപ്പോൾ ആ കിലോഗ്രാം മേളിൽ വന്നാൽ മോൾ കിലോഗ്രാം റൈസ് ടു -1. സോ വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് മൊളാലിറ്റി, മോൾ പെർ കെ ജി. ഇനി മൊളാലിറ്റി നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം, എന്താ മൊളാലിറ്റി, നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട്, നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് എൻ ബി ഡിസോൾവ് പെർ കിലോഗ്രാം ഓഫ് സോൾവെൻറ്റ്. അപ്പോൾ നമ്മൾ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം, സോൾവെൻ്റെ വെയിറ്റ് കിലോഗ്രാമിൽ. ഇപ്പോൾ സോൾവെൻ്റെ വെയിറ്റ് WA എന്നിരിക്കട്ടെ, അത് കിലോഗ്രാമിലായിരിക്കണം, അതുകൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ കിട്ടുന്ന റേഷ്യോയാണ് നമ്മൾ എന്ത് വിളിക്കുക, മൊളാലിറ്റി, റെപ്രസെൻറ്റ് വിത്ത് ലെറ്റർ സ്മോൾ എം. അപ്പോൾ മൊളാലിറ്റി എങ്ങനെ എഴുതാം, NB ഡിവൈഡ് ബൈ WA ഇൻ kg. എന്താ അർത്ഥം, നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിസോൾവ് പെർ കിലോഗ്രാം ഓഫ് സോൾവെൻറ്റ്. ശരിയല്ലേ? ഇനി നമുക്കിതിനെ എക്സ്പാൻഡ് ചെയ്ത് എഴുതിയാൽ M is equal to നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് തന്നിട്ടില്ല. അപ്പോൾ നമ്പർ ഓഫ് മോൾ എങ്ങനെ കണ്ടുപിടിക്കും, മാസ് ഇൻ ഗ്രാം ഡിവൈഡ് ബൈ മോളാർ മാസ്. സൊല്യൂട്ടിൻ്റെ മാസ് ഇൻ ഗ്രാം WB എന്നിരിക്കട്ടെ, അതിൻ്റെ മോളാർ മാസ് MB എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ WB ഡിവൈഡ് ബൈ MB എന്താണ്, നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വെയിറ്റ് ഓഫ് സോൾവെൻറ്റ് ഇൻ കിലോഗ്രാം. അപ്പോൾ WA വെയിറ്റ് ഓഫ് സോൾവെൻറ്റ്, അതിലാണ് കിലോഗ്രാം. ഇനി ചില പ്രോബ്ലങ്ങളിൽ വെയിറ്റ് ഓഫ് സോൾവെൻറ്റ് ഗ്രാമിലായിരിക്കും തരിക. അങ്ങനെ ഗ്രാമിൽ തന്നാൽ അതിനെ കിലോഗ്രാം ആക്കണ്ടേ? അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷൻ എങ്ങനെ എഴുതാം, M is equal to WB ഡിവൈഡഡ് ബൈ MB ദ ഹോൾ ഡിവൈഡഡ് ബൈ WA. അത് ഗ്രാമിലാണെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ കിലോഗ്രാം ആക്കാൻ എന്ത് ചെയ്യണം, ഇതിനെ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ താഴെയും മേളിലും ഭിന്നസംഖ്യയാണല്ലോ, ഫ്രാക്ഷനല്ലേ, അപ്പോൾ തിരിച്ചിട്ട് ഗുണിക്കുക. അപ്പോൾ WB ഡിവൈഡഡ് ബൈ MB, ഇതിനെ തിരിച്ചിട്ട് ഗുണിക്കുമ്പോൾ 1000 മേളിൽ പോയി, WA ഇൻ ഗ്രാം താഴെ വന്നു. അപ്പോൾ നമുക്ക് മൊളാലിറ്റിയുടെ എക്സ്പ്രഷൻ കിട്ടി. എന്താ, മൊളാലിറ്റി M is equal to WB ഡിവൈഡ് ബൈ MB ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ WA. ഇവിടെ ശ്രദ്ധിക്കുക, WA ഈസ് ഇൻ ഗ്രാം. അപ്പോൾ ഗ്രാമിലാണെങ്കിൽ 1000 ചേർക്കണം. നേരെ മറിച്ച് വെയിറ്റ് ഓഫ് സോൾവെൻറ്റ് കിലോഗ്രാമിലാണെങ്കിൽ ഈ ഇക്വേഷൻ എങ്ങനെ എഴുതിയാൽ മതി, WB ഡിവൈഡഡ് ബൈ MB ഇൻറ്റു 1/WA. WA കിലോഗ്രാമിലാണെങ്കിൽ 1000 ആവശ്യമില്ല, അപ്പോൾ 1/WA ഇൻ kg.
എന്താ ഡബ്ല്യു ബി? വെയിറ്റ് ഓഫ് സൊല്യൂട്ട് ഇൻ ഗ്രാം. എന്തുകൊണ്ടത് ഗ്രാമിലായിരിക്കണം? താഴെയുള്ളത് എം ബി. എന്താ എം ബി? മോളാർ മാസ് ഓഫ് സൊല്യൂട്ട്. മോളാർ മാസ് എപ്പോഴും ഗ്രാമിലേ പറയൂ. അതുകൊണ്ട് വെയിറ്റ് ഏത് യൂണിറ്റിൽ തന്നാലും അത് ഗ്രാമിലേക്ക് മാറ്റണം. ഇനി ഡബ്ല്യു എ എന്താ? ഡബ്ല്യു എ വെയിറ്റ് ഓഫ് സോൾവൻ ഇൻ ഗ്രാം. ഇത് ഗ്രാമിലായതുകൊണ്ടാണ് നമ്മൾ 1000 ഉപയോഗിച്ചത്. ഗ്രാമിലല്ല, കിലോഗ്രാമിലാണെങ്കിൽ 1000 ആവശ്യം ഇല്ല. ഇനി ഈ എക്സ്പ്രഷൻ നമുക്ക് മനസ്സിലായി മാസ് ബേസ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ ടെമ്പറേച്ചർ അനുസരിച്ച് മൊളാലിറ്റിക്ക് മാറ്റമില്ല. അപ്പോൾ മൊളാലിറ്റി ഡസ് നോട്ട് ചേഞ്ച് വിത്ത് ടെമ്പറേച്ചർ. എന്താ കാര്യം? സിൻസ് ഇറ്റ് ഈസ് മാസ് ബേസ്ഡ്. ഇത് മാസ് ബേസ്ഡ് ആയിട്ടുള്ളൊരു കൺസെപ്റ്റാണ്. അതുകൊണ്ട് ടെമ്പറേച്ചർ അനുസരിച്ച് മാറില്ല. അങ്ങനെ വരുമ്പോൾ മൊളാലിറ്റി ആണോ നല്ലത്, മൊളാലിറ്റി ആണോ നല്ലത്? കോൺസെൻട്രേഷൻ രേഖപ്പെടുത്താൻ മൊളാലിറ്റി ഈസ് എ ബെറ്റർ യൂണിറ്റ് ദാൻ മൊളാരിറ്റി. എന്തുകൊണ്ട്? മൊളാലിറ്റി ഡസ് നോട്ട് ചേഞ്ച് വിത്ത് ടെമ്പറേച്ചർ, വെറാസ് മൊളാരിറ്റി ചേഞ്ചസ് വിത്ത് ടെമ്പറേച്ചർ. കാരണം എന്താ? മൊളാലിറ്റി ഈസ് മാസ് ബേസ്ഡ് ബട്ട് മൊളാരിറ്റി ഈസ് വോളിയം ബേസ്ഡ്. ഇനി ചില ചോദ്യങ്ങളിൽ മൊളാരിറ്റി തന്നിട്ട് മൊളാലിറ്റി കണ്ടുപിടിക്കാൻ പറയാം. ഇതുകൂടാതെ സൊല്യൂഷൻ്റെ ഡെൻസിറ്റി ഗ്രാം പെർ എം എൽ തന്നിട്ടുണ്ട്. കൂടാതെ സൊല്യൂട്ടിൻ്റെ മോളാർ മാസും തന്നിട്ടുണ്ടെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ മൊളാരിറ്റിയെ എങ്ങനെ മൊളാലിറ്റി ആക്കാം, അല്ലെങ്കിൽ തിരിച്ച് മൊളാലിറ്റിയെ എങ്ങനെ മൊളാരിറ്റി ആക്കാം? അപ്പോൾ ഇവ തമ്മിൽ ഒരു ഇക്വേഷൻ ഉണ്ട്. അതായത് മൊളാലിറ്റി എം ഈസ് ഈക്വൽ ടു 1000 ടൈംസ് മൊളാരിറ്റി ഡിവൈഡഡ് ബൈ 1000 ടൈംസ് ഡെൻസിറ്റി. ഇവിടെ ഡെൻസിറ്റി ഗ്രാം പെർ എം എൽ ആയിരിക്കണം. അപ്പോഴാണ് 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിലോഗ്രാമിലുള്ള വെയിറ്റ് ആയിട്ട് മാറുക. അപ്പോൾ 1000 ടൈംസ് ഡെൻസിറ്റി മൈനസ് എം ബി. അപ്പോൾ ഈ ഇക്വേഷൻ ഓർത്തിരുന്നാൽ നമുക്ക് മൊളാലിറ്റി തന്നാൽ മൊളാരിറ്റി കണ്ടുപിടിക്കാം. എന്തറിഞ്ഞിരുന്നാൽ മതി? സൊല്യൂഷൻ ഡെൻസിറ്റി ഇൻ ഗ്രാം പെർ എം എൽ, അതുപോലെ മോളാർ മാസ് ഓഫ് സൊല്യൂട്ട്. അപ്പോൾ ഈ ഇക്വേഷനിൽ ഓരോന്നും എന്തിനെ കാണിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. എം എന്നുള്ളത് മൊളാലിറ്റി, ക്യാപിറ്റൽ എം മുകളിലും ഉണ്ട്, താഴെ ഇവിടെ ഈ ടേമിലും ഉണ്ട്. അതെന്താണ്? മൊളാരിറ്റി. ഡി ഡെൻസിറ്റി ഓഫ് സൊല്യൂഷൻ, കണ്ടീഷൻ അപ്ലൈ. എന്താ? അത് ഗ്രാം പെർ എം എൽ ആയിരിക്കണം. ഇനി എം ബി എന്താ? എം ബി മോളാർ മാസ് ഓഫ് സൊല്യൂട്ട്. ഇതേപോലെ മൊളാരിറ്റി ഓഫ് എ മിക്സർ. ഒന്നിൽ കൂടുതൽ സൊല്യൂഷൻ മിക്സ് ചെയ്യുന്നു. ആ മിക്സ് ചെയ്ത സൊല്യൂഷൻ്റെ മൊളാരിറ്റി നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ മൊളാരിറ്റി നമുക്കറിയാം, നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിസോൾവ് പെർ ലിറ്റർ ഓഫ് സൊല്യൂഷൻ. ദാറ്റ് മീൻസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ. അപ്പോൾ ഒന്നാമത്തെ സൊല്യൂഷനുള്ള നമ്പർ ഓഫ് മോൾസ് N1 എന്നിരിക്കട്ടെ, രണ്ടാമത്തെ സൊല്യൂഷനുള്ള നമ്പർ ഓഫ് മോൾസ് N2 എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂഷൻ ഓൺ മിക്സിംഗ് N1 പ്ലസ് N2, പിന്നെയും ഉണ്ടെങ്കിൽ പ്ലസ് എക്സെട്ര. ഓക്കെ, ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം ആഫ്റ്റർ മിക്സിംഗ്, വോളിയം ഓഫ് ഫസ്റ്റ് സൊല്യൂഷൻ പ്ലസ് വോളിയം ഓഫ് സെക്കൻഡ് സൊല്യൂഷൻ പ്ലസ് എക്സെട്ര. ഈ റേഷ്യോയെ നമുക്ക് എന്ത് വിളിക്കാം? മൊളാരിറ്റി. കാരണം എന്താ? നമ്പർ ഓഫ് മോൾസ് ബൈ വോളിയം. ദാറ്റ് മീൻസ് ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ആഫ്റ്റർ മിക്സിംഗ് ഡിവൈഡ് ബൈ ടോട്ടൽ വോളിയം ആഫ്റ്റർ മിക്സിംഗ്. Therefore this is called the molarity of the mixer, and this is called the mixing formula. N1 plus N2 plus etc. divided by V1 plus V2. ഇനി നമ്പർ ഓഫ് മോൾ തന്നിട്ടില്ല, പകരം ആ സൊല്യൂഷൻ്റെ മൊളാരിറ്റിയും സൊല്യൂഷൻ്റെ വോളിയവും തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. മൊളാരിറ്റി ഓഫ് സൊല്യൂഷൻ 1 ആൻഡ് ഇറ്റ്സ് വോളിയം V1 ഈസ് ഗിവൺ. അതുപോലെ മൊളാരിറ്റി ഓഫ് സൊല്യൂഷൻ 2 തന്നിട്ടുണ്ട്, M2. അതിൻ്റെ വോളിയം, ദാറ്റ് മീൻസ് വോളിയം ഓഫ് സെക്കൻഡ് സൊല്യൂഷൻ V2 തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ N1 എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്കറിയാം മൊളാരിറ്റി എന്ന് പറയുന്നത് എന്താണ്? നമ്പർ ഓഫ് മോൾസ് ബൈ വോളിയമാണ്, അല്ലേ? അതിനെ വീണ്ടും വോളിയം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, വീണ്ടും വോളിയം കൊണ്ട് മൾട്ടിപ്ലൈ. അപ്പോൾ ഇവിടെയും വോളിയം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ വി ക്യാൻസൽ. അപ്പോൾ എം ഇൻറ്റു വി ഈസ് ഈക്വൽ ടു എന്ന് കിട്ടും നമ്പർ ഓഫ് മോൾസ്. അപ്പോൾ മൊളാരിറ്റിയെ വോളിയം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? നമ്പർ ഓഫ് മോൾസ്. അങ്ങനെയാണെങ്കിൽ N1 കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ആ സൊല്യൂഷൻ്റെ മൊളാരിറ്റി ദാറ്റ് ഈസ് M1, അതിൻ്റെ വോളിയം V1, ശരിയല്ലേ? അതേപോലെ രണ്ടാമത്തെ സൊല്യൂഷൻ നമ്പർ ഓഫ് മോൾ എത്രയാണ്? അതിൻ്റെ മൊളാരിറ്റി M2 ഇൻറ്റു അതിൻ്റെ വോളിയം V2 പ്ലസ് എക്സെട്ര ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം ആഫ്റ്റർ മിക്സിംഗ് V1 പ്ലസ് V2 പ്ലസ് എക്സെട്ര. ദാറ്റ്സ് ഈക്വൽ ടു ദ മൊളാരിറ്റി ഓഫ് ദ മിക്സർ. അതുകൊണ്ട് molarity of mixer can be written as M1 V1 plus M2 V2 plus etc. divided by V1 plus V2 plus etc.
ആൻഡ് ദിസ് ഈസ് കോൾഡ് ദ മിക്സിംഗ് ഫോർമുല. ഇനി ഇതേപോലെ ഡൈലൂഷൻ ഫോർമുല. എന്താ ഡൈലൂഷൻ ഫോർമുല? ഒരു സൊല്യൂഷനെ ഡൈലൂട്ട് ചെയ്യണം എന്നിരിക്കട്ടെ. ഉദാഹരണത്തിന് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് സൊല്യൂഷനുണ്ട്. കഴിഞ്ഞ വർഷവും നമ്മൾ കണ്ടതാണ്. ആ സ്റ്റോക്ക് സൊല്യൂഷൻ്റെ മൊളാരിറ്റി M1 ആണ്. നമുക്ക് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കണം, അതിൻ്റെ മൊളാരിറ്റി M2 ആണെന്നിരിക്കട്ടെ. അപ്പോൾ ഈ സ്റ്റോക്ക് സൊല്യൂഷന് എത്ര വോളിയം എടുക്കണം നമ്മുടെ M2 മൊളാരിറ്റി ഉള്ള സൊല്യൂഷൻ ഉണ്ടാക്കാൻ? എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്കറിയാം, ഡൈലൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ വാട്ടറാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എടുക്കുന്ന സ്റ്റോക്ക് സൊല്യൂഷനുള്ള സൊല്യൂട്ടിൻ്റെ നമ്പർ ഓഫ് മോളിന് മാറ്റില്ലല്ലോ, സോൾവെൻറ്റ് മാത്രമല്ലേ ആഡ് ചെയ്യുന്നുള്ളൂ ഡൈലൂട്ട് ചെയ്യുമ്പോൾ. അതുകൊണ്ട് ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിൻ്റ് എന്താണ്? ഡ്യൂറിങ് ഡൈലൂഷൻ ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. ഏതൊരു സൊല്യൂഷനെയും നമ്മൾ ഡൈലൂട്ട് ചെയ്യുമ്പോൾ സോൾവെൻറ്റ് ആണ് നമ്മൾ ആഡ് ചെയ്യുക, സൊല്യൂട്ടിൻ്റെ അളവ് അവിടെ സെയിം ആയിരിക്കും. അപ്പോൾ സൊല്യൂട്ടിൻ്റെ എമൗണ്ട് അഥവാ നമ്പർ ഓഫ് മോൾ ഈസ് എ കോൺസ്റ്റൻറ്റ്. ദാറ്റ് മീൻസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ബിഫോർ ഡൈലൂഷൻ ഈസ് ഈക്വൽ ടു ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ആഫ്റ്റർ ഡൈലൂഷൻ. N1 എന്നുള്ളത് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ബിഫോർ ഡൈലൂഷൻ എന്നിരിക്കട്ടെ. N2 എന്നുള്ളത് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ആഫ്റ്റർ ഡൈലൂഷൻ. ഇനി മൊളാരിറ്റിയെ വോളിയം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടുമെന്ന് നമ്മൾ നേരത്തെ കണ്ടു. മൊളാരിറ്റി എന്ന് പറഞ്ഞ നമ്പർ ഓഫ് മോൾസ് ബൈ വോളിയം. അതിനെ വീണ്ടും വോളിയം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ വോളിയം ക്യാൻസൽ, എന്ത് കിട്ടും? മൊളാരിറ്റി ഇൻറ്റു വോളിയം എന്ന് പറയുന്ന നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് തന്നെയാണ്. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ബിഫോർ ഡൈലൂഷൻ ഈസ് ഈക്വൽ ടു മൊളാരിറ്റി ഓഫ് ദ സൊല്യൂഷൻ before dilution, that is M1, volume of solution before dilution, that is B1, is equal to N2. എന്താ N2? number of moles of solute after dilution. അതെങ്ങനെ കിട്ടും? molarity of the solution after dilution, that is M2, into volume of solution after dilution, that is B2. അപ്പോൾ നമുക്ക് ഒരു ഇക്വേഷൻ ഉണ്ടാക്കാമല്ലോ. M1 B1 is equal to M2 B2. അപ്പോൾ നമ്മുടെ സ്റ്റോക്ക് സൊല്യൂഷനിൽ എത്ര വോളിയം എടുക്കണം എന്നുള്ളത് എങ്ങനെ കിട്ടി? B1 is equal to പറയും M2 V2 divided by M1. What is M2? The molarity of the solution to be prepared. V2 എന്താണ്? ഏത് വോളിയത്തിലേക്കാണ് നമുക്ക് പ്രിപ്പയർ ചെയ്യേണ്ടത്, അതാണ് V2. അപ്പോൾ എടുക്കേണ്ട സ്റ്റോക്ക് സൊല്യൂഷൻ്റെ മൊളാരിറ്റി അതാണ് M1. അതുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ അതിന് എത്ര വോളിയം നമ്മൾ എടുക്കണം എന്നുള്ളത് കിട്ടും. അപ്പോൾ എത്ര വാട്ടർ ആഡ് ചെയ്യണം എന്നുള്ളത് എങ്ങനെ കിട്ടി? വോളിയം ഓഫ് വാട്ടർ ആഡഡ്, വോളിയം ഓഫ് വാട്ടർ ആഡഡ് ഫോർ ഡൈലൂഷൻ. നമ്മുടെ ഫൈനൽ വോളിയം V2 അല്ലേ, നമ്മൾ എടുക്കുന്ന സ്റ്റോക്ക് സൊല്യൂഷൻ്റെ വോളിയം V1 അല്ലേ. അപ്പോൾ ആ ഒരു ഡിഫറൻസ് അല്ലേ വോളിയം ഓഫ് വാട്ടർ ആഡഡ്. അപ്പം ഡൈലൂട്ട് ചെയ്യാൻ നമ്മൾ ചേർക്കേണ്ട വാട്ടറിൻ്റെ അളവ് എന്തായിരിക്കും? V2 മൈനസ് V1. ഇനി എന്താണ് മോൾ ഫ്രാക്ഷൻ? ഇത് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചാണ് മോൾ ഫ്രാക്ഷൻ. ഇപ്പോൾ ഒരു ബൈനറി സൊല്യൂഷനിൽ സോൾവെൻറ്റ് A എന്നും സൊല്യൂട്ട് B എന്നും ഇരിക്കട്ടെ. സോൾവെൻ്റ് നമ്പർ ഓഫ് മോൾ Na എന്നിരിക്കട്ടെ, സൊല്യൂട്ടിൻ്റെ നമ്പർ ഓഫ് മോൾ NB എന്നും ഇരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഈ സൊല്യൂഷനിലുള്ള ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് എന്തായിരിക്കും? നമ്പർ ഓഫ് മോൾസ് ഓഫ് സോൾവെൻറ്റ് പ്ലസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് അല്ലേ. അതിൽ സോൾവെൻ്റ് എത്ര മോൾസ് ഉണ്ട്? Na. ഇപ്പോൾ നമുക്ക് കിട്ടിയ ഒരു ഫ്രാക്ഷൻ അല്ലേ, മേലുള്ളത് ചെറുതും താഴെയുള്ളത് വലുതും അല്ലേ, ഒരു ഫ്രാക്ഷൻ അല്ലേ കിട്ടിയത്. അത് ആരുടെ ഫ്രാക്ഷനാണ്? എയുടെ ഫ്രാക്ഷൻ. അതുകൊണ്ട് ഇതിനെ നമുക്കെന്ത് പറയാം? മോൾ ഫ്രാക്ഷൻ ഓഫ് എ. മോൾ ഫ്രാക്ഷൻ ഓഫ് എ. മോൾ ഫ്രാക്ഷൻ ഓഫ് എ. അതിനെ സാധാരണ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് കൈ എന്ന സിമ്പൽ വെച്ചാണ്. കൈ എ. സോ കൈ എ ഇസ് ഈക്വൽ ടു Na ഡിവൈഡ് ബൈ Na പ്ലസ് NB. ഇതേപോലെ നമുക്ക് മോൾ ഫ്രാക്ഷൻ ഓഫ് സൊല്യൂട്ട് B വേണം എന്നിരിക്കട്ടെ. അതിനെ എങ്ങനെ രേഖപ്പെടുത്താം? കൈ ബി ഈസ് ഈക്വൽ ടു ഇറ്റ്സ് നമ്പർ ഓഫ് മോൾ ഏതാ? NB ഡിവൈഡ് ബൈ ദ ടോട്ടൽ നമ്പർ ഓഫ് മോൾ Na പ്ലസ് NB. അപ്പോൾ എന്താണ് മോൾ ഫ്രാക്ഷൻ? ദ റേഷ്യോ ഓഫ് നമ്പർ ഓഫ് മോൾസ് ഓഫ് എ കമ്പോണൻറ്റ് ടു ദാറ്റ് ഓഫ് ദ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഓൾ ദ കമ്പോണൻറ്റ് ഇൻ എ സൊല്യൂഷൻ. അപ്പോൾ മോൾ ഫ്രാക്ഷൻ കൈ ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് ദ കമ്പോണൻറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഓൾ ദ കമ്പോണൻറ്റ്സ്. ഇനി ഇത് രണ്ടും കൂടെ ഒന്ന് കൂട്ടി നോക്കാം. Chi A plus chi B, sum of the mole fraction of all the component in a solution is equal to, what is chi A? Its number of mole, Na divided by the total, Na plus NB, plus, what is chi B? Its number of mole, NB divided by the total number of mole, Na plus NB. ശരിയാണല്ലോ.
ദർഫോർ കൈ എ പ്ലസ് കൈ ബി ഈസ് ഈക്വൽ ടു, ഇവിടെ കോമൺ ഡിനോമിനേറ്റർ എന്താണ്? എൻ എ പ്ലസ് എൻ ബി. ന്യൂമറേറ്റർ ആഡ് ചെയ്താൽ എൻ എ പ്ലസ് എൻ ബി. അപ്പോൾ എന്ത് കിട്ടി? മേളിലും താഴെ ഒരേപോലെ കിട്ടി. അപ്പോൾ കൈ എ പ്ലസ് കൈ ബി ഈസ് ഈക്വൽ ടു എന്നത് കിട്ടി 1. അതുകൊണ്ട് നമുക്ക് പറയാം ദ സം ഓഫ് ദ മോൾ ഫ്രാക്ഷൻ ഓഫ് ഓൾ ദ കമ്പോണൻറ്റ് ഇൻ എ സൊല്യൂഷൻ ഈസ് യൂണിറ്റി. അതുകൊണ്ട് ഒരു ബൈനറി സൊല്യൂഷനിൽ കൈ എ പ്ലസ് കൈ ബി ഈസ് ഈക്വൽ ടു 1. അങ്ങനെയാണെങ്കിൽ കൈ എ കണ്ടുപിടിക്കാൻ ഇത് ഇപ്പുറത്ത് കൊണ്ടുവന്നാൽ മതിയല്ലോ, 1 മൈനസ് കൈ ബി. അതേപോലെ കൈ ബി കണ്ടുപിടിക്കണമെങ്കിൽ കൈ എ അപ്പുറത്ത് കൊണ്ടുവരിക. അപ്പോൾ കൈ ബി ഈസ് ഈക്വൽ ടു 1 മൈനസ് കൈ എ. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലായി ദ മോൾ ഫ്രാക്ഷൻ ഓഫ് എനി വൺ കമ്പോണൻറ്റ് ഇൻ എ സൊല്യൂഷൻ ഈസ് ഓൾവേസ് ലെസ് ദാൻ 1. ഒരു സൊല്യൂഷനിലുള്ള ഏതെങ്കിലും ഒരു കമ്പൗണ്ടിൻ്റെ മോൾ ഫ്രാക്ഷൻ എപ്പോഴും ഒന്നിനേക്കാൾ കുറവായിരിക്കും. ഇനി ഏതെങ്കിലും ഒരു കേസിൽ ഒരു കമ്പൗണ്ടിൻ്റെ മോൾ ഫ്രാക്ഷൻ 1 എന്ന് വിചാരിക്കാം. ഇഫ് ദ മോൾ ഫ്രാക്ഷൻ ഓഫ് എനി വൺ കമ്പോണൻറ്റ് ഈസ് യൂണിറ്റി, ഫോർ എക്സാമ്പിൾ കൈ എ ഈസ് ഈക്വൽ ടു 1, അങ്ങനെയാണെങ്കിൽ എൻ എ ബൈ എൻ എ എന്നല്ല ആകാവുള്ളൂ, ബി കാണരുതല്ലോ. അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണത്തിൻ്റെ മോൾ ഫ്രാക്ഷൻ 1 എന്നാണ് കാണിച്ചിരിക്കുന്നതെങ്കിൽ അതെന്തിനെ കാണിക്കും? ഇറ്റ് റെപ്രസെൻറ്റ് എ പ്യുവർ സബ്സ്റ്റൻസ്. വേറെ ഒന്നും കാണത്തില്ല, അത് മിക്സർ അല്ല, ഇറ്റ്സ് എ പ്യുവർ സബ്സ്റ്റൻസ്. ഇനി മൊളാലിറ്റിയെ പോലെ മോൾ ഫ്രാക്ഷനും മാസ് ബേസ്ഡ് അല്ലേ? അതുകൊണ്ട് ടെമ്പറേച്ചറിനനുസരിച്ച് മാറുമോ? ഇല്ല. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? മൊളാലിറ്റി ആൻഡ് മോൾ ഫ്രാക്ഷൻ ആർ ടെമ്പറേച്ചർ ഇൻഡിപെൻഡൻറ്റ്. എന്താ കാര്യം? സിൻസ് ദേ ആർ മാസ് ബേസ്ഡ്. ഇനി നോക്കിയേ, ഏതെങ്കിലും ഒരു സൊല്യൂഷനിലുള്ള സൊല്യൂട്ടിൻ്റെ അളവ് വളരെ വളരെ ചെറിയ എമൗണ്ടിലാണെന്നിരിക്കട്ടെ. ദാറ്റ് ഈസ് ഇഫ് ദ സൊല്യൂട്ട് ഈസ് പ്രസൻറ്റ് ഓൺലി ഇൻ ട്രേസ് ക്വാണ്ടിറ്റീസ്. ഉദാഹരണത്തിന് പൊല്യൂട്ടൻറ്റ് ഗ്യാസസ് ഇൻ എയർ, ആഴ്സനിക് പോയിസൺ ഇൻ ബോർവെൽ വാട്ടർ. ഇതൊക്കെ വളരെ വളരെ ചെറിയ അളവിലേക്കുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ കോൺസെൻട്രേഷൻ നമുക്ക് സാധാരണ രേഖപ്പെടുത്തുന്ന പോലെ 100-ലെത്ര, 1000-ലെത്ര അല്ലെങ്കിൽ 10,000-ലെത്ര എന്ന് പറയാൻ വേണ്ടി കാണില്ല. അപ്പോൾ ഇതിന് 1 മില്യൺ പാർട്ടായിട്ടെങ്കിലും ഡിവൈഡ് ചെയ്തിട്ട് ഈ പറയുന്ന സൊല്യൂട്ട് അതിലെത്ര പാർട്ട് വരും എന്ന് പറയാൻ വേണ്ടിയേ കാണും. അത്രമാത്രം വളരെ ചെറിയ അളവിലായിരിക്കും. ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് പാർട്സ് പെർ മില്യൺ. ദാറ്റ് ഈസ് ഇഫ് ദ സൊല്യൂട്ട് ഈസ് പ്രസൻറ്റ് ഓൺലി ഇൻ ട്രേസ് ക്വാണ്ടിറ്റീസ്, പാർട്സ് പെർ മില്യൺ ഈസ് യൂസ് ടു എക്സ്പ്രസ് ഇറ്റ്സ് കോൺസെൻട്രേഷൻ. അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കാം? നമ്പർ ഓഫ് പാർട്സ് ഓഫ് ദ കമ്പോണൻറ്റ് ഡിവൈഡഡ് ബൈ total number of parts of all the components of the solution multiplied by 1 million, 10 raised to 6. That is ppm is equal to, പറയൂ, mass of solute divided by എന്താ? mass of solution. നോക്കിയേ, ഈ റേഷ്യോ വളരെ വളരെ ചെറുതായിരിക്കില്ലേ? പറയാൻ വേണ്ടി കാണുമോ? കാരണം എന്താ? മാസ് ഓഫ് സൊല്യൂട്ട് വളരെ വളരെ കുറവ്, എന്നാൽ മാസ് ഓഫ് സൊല്യൂഷനോ വലിയൊരു നമ്പറായി അല്ലേ? അപ്പോൾ ഈ റേഷ്യോ വളരെ ചെറുതാണ്. അപ്പോൾ ഇതിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും ഒരു ഹോൾ നമ്പർ ആവില്ല, 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും ഒരു പൂർണ്ണസംഖ്യയായിട്ട് 1, 2, 5, 10 എന്നൊന്നും പറയാൻ വേണ്ടി കാണില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 1 മില്യൺ കൊണ്ട് മൾട്ടിപ്ലൈ, 10 raised to 6. അപ്പോൾ നമുക്ക് പറയാൻ വേണ്ടി 5, 10, 15 എന്ന് പറയാൻ വേണ്ടി കാണും. 5 ppm, 10 ppm, 15 ppm എന്ന് പറയാൻ വേണ്ടി കാണും. അങ്ങനെ ഒരു സൊല്യൂട്ട് വളരെ വളരെ ചെറിയ എമൗണ്ടിലാണ് ഒരു സൊല്യൂഷനിലുള്ളത് എങ്കിൽ അതിൻ്റെ കോൺസെൻട്രേഷനെ നമുക്ക് രേഖപ്പെടുത്താൻ ഉപയോഗിക്കാം. എന്ത്? പാർട്സ് പെർ മില്യൺ. നെക്സ്റ്റ്, സോളിബിലിറ്റി ഓഫ് എ സോളിഡ് ഇൻ എ ലിക്വിഡ്. ഒരു സോളിഡ് ഒരു ലിക്വിഡ് ഡിസോൾവ് ചെയ്യുന്ന പ്രോസസ്സ് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് സോളിബിലിറ്റി കൂടുന്നതായിട്ട് കാണാം. അതായത് ആ സോളിഡ് ലിക്വിഡിൽ ഡിസോൾവ് ചെയ്യാൻ ഹീറ്റ് എനർജിയുടെ ആവശ്യമുണ്ട്. ദാറ്റ് ഈസ് ദ ഡിസൊല്യൂഷൻ പ്രോസസ് എൻഡോതെർമിക്. അതുകൊണ്ട് തന്നെ നമുക്കൊരു കൂളിംഗ് എഫക്റ്റ് അനുഭവപ്പെടും. പുറത്തുനിന്ന് ഹീറ്റിനെ അബ്സോർവ് ചെയ്യുന്നു ആ ഡിസൊല്യൂഷന് വേണ്ടി. അങ്ങനെ വരുമ്പോൾ വാട്ട് ഈസ് ദ എൻതാൽപ്പി ചേഞ്ച് ഓഫ് ദ സൊല്യൂഷൻ? ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 0 ഓർ പോസിറ്റീവ്. ശരിയല്ലേ? ഈ സാഹചര്യത്തിൽ സോളിബിലിറ്റിക്ക് എന്ത് സംഭവിക്കും? സോളിബിലിറ്റി ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. എന്തുകൊണ്ട്? ഡിസൊല്യൂഷൻ ഈസ് എൻഡോതെർമിക്. എന്നാൽ ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് സോളിബിലിറ്റി കുറയുന്നതായിട്ട് കാണാം. അങ്ങനെയാണെങ്കിൽ ആ ഡിസൊല്യൂഷന് ടെമ്പറേച്ചറിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഈ ഡിസൊല്യൂഷൻ നടക്കുന്ന സമയത്ത് ഹീറ്റ് എനർജിയെ പുറത്തേക്ക് വിടുന്നു. അപ്പോൾ ഒരു ഹീറ്റിംഗ് എഫക്റ്റാണ് ഉണ്ടാവുക. ദാറ്റ് മീൻസ് ദ ഡിസൊല്യൂഷൻ ഈസ് എക്സോതെർമിക്. അങ്ങനെ വരുമ്പോൾ വാട്ട് ഈസ് ദ എൻതാൽപ്പി ചേഞ്ച് ദ സൊല്യൂഷൻ? ദാറ്റ് മീൻസ്
less than 0 or negative because the dissolution is exothermic. ഈ സാഹചര്യത്തിൽ solubility decreases with the increase in temperature. ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് solubility കുറയുന്നതായിട്ട് കാണാം. അപ്പോൾ ഡിസോൾവ് ചെയ്ത സോളിഡ് പുറത്തു വരുന്നതായിട്ട് കാണാം, അല്ലെങ്കിൽ പ്രസിപ്പിറ്റേഷൻ നടക്കുന്നതായിട്ട് കാണാം. അപ്പോൾ solubility ഓഫ് എ സോളിഡ് ഇൻ ലിക്വിഡ്, ഇതിൽ ടെമ്പറേച്ചറിൻ്റെ റോൾ എന്താണ്? 2 റോളാണുള്ളത്. ഒന്ന്, ടെമ്പറേച്ചർ കൂടുമ്പോൾ solubility കൂടുന്നു, അതായത് ഡിസൊല്യൂഷൻ എൻഡോതെർമിക് ആണെങ്കിൽ. അതുപോലെ ടെമ്പറേച്ചർ കൂടുമ്പോൾ solubility കുറയുന്നതായിട്ടും കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ഡിസൊല്യൂഷൻ എന്താണ്? എക്സോതെർമിക്കാണ്. ഇനി പ്രഷറിന് എന്തെങ്കിലും റോളുണ്ടോ? നമുക്കറിയാം, ഒരു സോളിഡ് എന്ന് പറയുന്നത് ഹൈലി ഇൻകംപ്രസിബിളാണ്. ഇതിനെ വളരെയധികം നമുക്ക് ഒതുക്കാൻ പറ്റത്തില്ല, കംപ്രസിബിൾ അല്ല. അങ്ങനെ വരുമ്പോൾ പ്രഷർ കൂട്ടിയെന്ന് വിചാരിച്ച് സോളിബിലിറ്റിക്ക് വ്യത്യാസം ഉണ്ടാകാൻ സാധ്യതയില്ല. ദാറ്റ് മീൻസ് പ്രഷർ ഹാസ് നോ ഇഫക്റ്റ് ഓൺ solubility of a solid in liquid. What is the effect of pressure? Pressure has no significant effect on the solubility of a solid in liquid. Why? Because solid are highly incompressible. Next, solubility of a gas in a liquid. ഒരു ഗ്യാസ് ലിക്വിഡിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ അവിടെ ടെമ്പറേച്ചറിൻ്റെ ഇഫക്റ്റ് എന്താണ്? പ്രഷറിൻ്റെ ഇഫക്റ്റ് എന്താണ്? ആദ്യം, വാട്ട് ഈസ് ദി ഇഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ? നമുക്കറിയാം, ഹീറ്റ് ചെയ്യുമ്പോൾ ഡിസോൾവ് ഗ്യാസിൻ്റെ അളവ് കുറയുന്നതായിട്ട് കണ്ടിട്ടില്ലേ ഒരു ലിക്വിഡിൽ? അതായത് ടെമ്പറേച്ചർ കൂടുമ്പോൾ ഒരു ഗ്യാസ് ലിക്വിഡിൽ ഡിസോൾവ് ചെയ്യുന്നതിൻ്റെ അളവ് കുറയും. ദാറ്റ് മീൻസ് ദ solubility ഓഫ് എ ഗ്യാസ് ഇൻ ലിക്വിഡ് ഓൾവേസ് ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. സോളിഡ് ലിക്വിഡിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ അത് ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് solubility കൂടാം അല്ലെങ്കിൽ കുറയുകയും ചെയ്യാം. കാരണം ആ പ്രോസസ്സ് എൻഡോതെർമിക്കുമാകാം, എക്സോതെർമിക്കുമാകാം. എന്നാൽ ഒരു ഗ്യാസ് ലിക്വിഡിൽ ഡിസോൾവ് ചെയ്യുന്ന പ്രോസസ്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ solubility എല്ലായ്പ്പോഴും കുറയുകയുള്ളൂ. അതെന്താ കാര്യം? ഒരു ഗ്യാസ് ലിക്വിഡിൽ ഡിസോൾവ് ചെയ്യുന്നത് കണ്ടൻസ് ചെയ്താണ്. അതുകൊണ്ട് തന്നെ ആ പ്രോസസ്സ് എല്ലായ്പ്പോഴും എക്സോതെർമിക്കാണ്. ടെമ്പറേച്ചറിൻ്റെ ആവശ്യമേ ഇല്ല, ഹീറ്റ് എനർജിയെ പുറത്ത് കളയത്തേ ഉള്ളൂ. അതുകൊണ്ട് എല്ലായ്പ്പോഴും ടെമ്പറേച്ചർ കൂടുമ്പോൾ ഗ്യാസിൻ്റെ solubility ലിക്വിഡിൽ കുറയും. ഇനി വാട്ട് ഈസ് ദി ഇഫക്റ്റ് ഓഫ് പ്രഷർ? പ്രഷറിൻ്റെ ഇഫക്റ്റ് എന്താണ്? നമുക്കറിയാം, ഗ്യാസിനെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? കംപ്രസ് ചെയ്യാം. അങ്ങനെ വരുമ്പോൾ കൂടുതൽ ഗ്യാസിനെ നമുക്ക് എന്ത് ചെയ്യാം? ഡിസോൾവ് ചെയ്യിക്കാൻ പറ്റും. അതുകൊണ്ട് solubility ഓഫ് എ ഗ്യാസ് ഇൻ ലിക്വിഡ് ഓൾവേസ് ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ പ്രഷർ. അതുകൊണ്ട് പ്രഷർ കൂടുന്നതനുസരിച്ച് ഒരു ഗ്യാസ് ലിക്വിഡിൽ ഡിസോൾവ് ചെയ്യുന്നതിൻ്റെ അളവ് കൂടും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം, ഗ്യാസ് ക്യാൻ ബി ഈസിലി കംപ്രസ്ഡ്. ഒരു നിശ്ചിത ടെമ്പറേച്ചറിൽ ഒരു ഗ്യാസ് ഒരു ലിക്വിഡ് സോൾവെൻറ്റിൽ ഡിസോൾവ് ചെയ്ത് സൊല്യൂഷനായി മാറുമ്പോൾ ആ സൊല്യൂഷനിലെ ഗ്യാസിൻ്റെ മോൾ ഫ്രാക്ഷൻ വേപ്പർ ഫേസിൽ ആ ഗ്യാസിൻ്റെ പാർഷ്യൽ പ്രഷറുമായി എപ്രകാരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് സ്റ്റഡി ചെയ്തത് ഹെൻറിയാണ്. അദ്ദേഹം കണ്ടത് പാർഷ്യൽ pressure of the gas in vapor phase, that is P, is found to be directly proportional to the mole fraction of the gas in solution. അതായത് വേപ്പർ ഫേസിൽ ആ ഗ്യാസിൻ്റെ പാർഷ്യൽ പ്രഷർ എന്ന് പറയുന്നത് ആ സൊല്യൂഷനുള്ള ഗ്യാസിൻ്റെ മോൾ ഫ്രാക്ഷന് നേർ അനുപാതത്തിലാണെന്നാണ് അദ്ദേഹത്തിന് കിട്ടിയത്. എല്ലാ കേസിലും ഇപ്രകാരമാണ് പാർഷ്യൽ പ്രഷറിൻ്റെ വേരിയേഷൻ എന്തുമായിട്ട്? മോൾ ഫ്രാക്ഷനുമായിട്ട്. ദാറ്റ് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ. പ്രത്യേകിച്ച് സോൾവെൻറ്റിലുള്ള ഗ്യാസിൻ്റെ എമൗണ്ട് കുറവാണെങ്കിൽ, ദാറ്റ് മീൻസ് ഡൈല്യൂട്ട് സൊല്യൂഷൻ ആണെങ്കിൽ. ഈ നിയമത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹെൻറീസ് ലോ. അപ്പോൾ എന്താണ് ഹെൻറീസ് ലോ? പാർഷ്യൽ പ്രഷർ ഓഫ് ദ ഗ്യാസ് ഇൻ വേപ്പർ ഫേസ് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ദ മോൾ ഫ്രാക്ഷൻ ഓഫ് ദ ഗ്യാസ് ഇൻ സൊല്യൂഷൻ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം മാത്തമാറ്റിക്കലി? P is proportional to chi. Therefore, P is equal to a proportionality constant kh into chi, where kh is called the Henry's law constant. ഇനി ഈ പടം നോക്കിയേ. ഒരു ഗിവൺ ടെമ്പറേച്ചറിൽ ഒരു ലിക്വിഡിലേക്ക് നമ്മൾ ഒരു ഗ്യാസിനെ ഡിസോൾവ് ചെയ്യിക്കാൻ ശ്രമിക്കുന്നു. ഈ ലിക്വിഡിൻ്റെ മുകളിൽ ഈ ഗ്യാസ് ചെലുത്തുന്ന പ്രഷർ 1 ബാർ ആണെന്നിരിക്കട്ടെ. അപ്പോൾ ഡിസോൾവ് ചെയ്ത ഗ്യാസ് മോളിക്യൂളിലൂടെ കാണിച്ചിട്ടുണ്ട് ലിക്വിഡിൽ. നേരെ മറിച്ച്
ഈ കണ്ടെയ്നറിൽ ആ ഗ്യാസിൻ്റെ പ്രഷർ എന്ന് പറയുന്നത് 2 ബാറാണ്. അപ്പോൾ ഇരട്ടി പ്രഷറായി. അപ്പോൾ ഗ്യാസിൻ്റെ കോൺസെൻട്രേഷൻ കൂടുതലാണ് ഇവിടെ ഈ ലിക്വിഡിൻ്റെ മുകളിൽ. അപ്പോൾ കൂടുതൽ ഗ്യാസ് ആ ലിക്വിഡിൽ ഡിസോൾവ് ചെയ്യുന്നതായിട്ട് കാണാം. നേരത്തെ ഉള്ളതിൻ്റെ ഇരട്ടി മോളിക്യൂൾ ഡിസോൾവ് ചെയ്യുന്നതായിട്ട് കാണാം. ദാറ്റ് മീൻസ് പ്രഷർ കൂടുന്നതനുസരിച്ച് ഒരു ലിക്വിഡിൽ ഗ്യാസിൻ്റെ സോലിബിലിറ്റി കൂടുന്നു. മോർ ദ പ്രഷർ ദാറ്റ് ഈസ് അപ്ലൈഡ് above the surface of the liquid, more gas get dissolved, and this is called the Henry's law. അതുകൊണ്ട് തന്നെ the partial pressure of the gas in vapor phase is found to be proportional to the mole fraction of the gas in solution. That means P is directly proportional to chi. അങ്ങനെയാണെങ്കിൽ ആ ഗ്യാസിൻ്റെ പാർഷ്യൽ പ്രഷർ നമുക്ക് ആ സൊല്യൂഷനുള്ള ഗ്യാസിൻ്റെ മോൾ ഫ്രാക്ഷൻ അഗൻസ്റ്റായിട്ട് പ്ലോട്ട് ചെയ്യാമല്ലോ. ഇത് രണ്ടും നേരനുപാതത്തിലായതുകൊണ്ട് ഇപ്പോൾ തമ്മിലുള്ള പ്ലോട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കുമല്ലോ, സ്റ്റാർട്ടിങ് ഫ്രം ദ ഒറിജിൻ. ഇനി ഈ ഗ്രാഫിലെ ഏതെങ്കിലും 2 പോയിൻ്റ് എടുത്തിട്ട് അതിൻ്റെ സ്ലോപ്പ് നമുക്ക് കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് കോൾഡ് dy/dx. ആ സ്ലോപ്പ് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ആ സ്ലോപ്പാണ് ഇവിടുത്തെ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് kh. അപ്പോൾ വാട്ട് ഈസ് ദ സ്ലോപ്പ് ഓഫ് ദിസ് ഗ്രാഫ്? ദാറ്റ്സ് ഈക്വൽ ടു ദ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് ഹെൻറീസ് ലോ കോൺസ്റ്റൻറ്റ്. ആപ്ലിക്കേഷൻസ് ഓഫ് ഹെൻറീസ് ലോ. ഹെൻറീസ് ലോയുടെ ആപ്ലിക്കേഷൻസ് നോക്കാം. ഒരു മേജർ ആപ്ലിക്കേഷൻ സോഡ വാട്ടറൊക്കെ ഉണ്ടാക്കുമ്പോൾ അവിടെ ബോട്ടിലിനെ സീൽ ചെയ്യുന്ന ഹൈ പ്രഷറിലാണ്. എന്തിന്? കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ സോലിബിലിറ്റി വെള്ളത്തിൽ കൂട്ടാൻ വേണ്ടി. ദാറ്റ് മീൻസ് സോഡ വാട്ടർ ഈസ് സീൽഡ് അണ്ടർ പ്രഷർ ടു ഇൻക്രീസ് ദ സോലിബിലിറ്റി ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ വാട്ടർ. ഇനി നമ്പർ 2, സ്കൂബ ഡൈവേഴ്സ് ക്യാരി ഓക്സിജൻ സിലിണ്ടേഴ്സ് diluted with less soluble helium gas to prevent a medical condition known as bent. അതായത് കടലിൻ്റെ അടിത്തട്ടിൽ പോകുമ്പോൾ അവിടെ പ്രഷർ വളരെ കൂടുതലാണ്. അപ്പോൾ ഈ ഓക്സിജൻ സിലിണ്ടേഴ്സിൽ നിന്നുള്ള ഗ്യാസിൻ്റെ സോലിബിലിറ്റി ബ്ലഡ് ഫ്ലൂയിഡിൽ താരതമ്യേന വളരെ കൂടുതലായിരിക്കും. കാരണം പ്രഷർ കൂടുമ്പോൾ സോലിബിലിറ്റി ഓഫ് ഗ്യാസ് ഇൻ ലിക്വിഡ് ഇൻക്രീസസ് അക്കോർഡിംഗ് ടു ഹെൻറീസ് ലോ. ഈ സ്കൂബ ഡൈവേഴ്സ് കടലിൻ്റെ സർഫസിലേക്ക് വരുമ്പോൾ അവിടെ പ്രഷർ വളരെ കുറവല്ലേ, അപ്പോൾ ഗ്യാസിൻ്റെ സോലിബിലിറ്റി എന്ത് ചെയ്യും? കുറയും. അപ്പോൾ ആ ബ്ലഡ് ഫ്ലൂയിഡിൽ നിന്ന് ഗ്യാസ് പുറത്തു വരാൻ വേണ്ടി ശ്രമിക്കും. സോലിബിലിറ്റി കുറയുന്നതുകൊണ്ടത് പുറത്തു പോകാൻ വേണ്ടി ശ്രമിക്കും. അങ്ങനെ വരുമ്പോൾ എയർ ബ്ലോക്കിംഗ് ഉണ്ടാക്കും ബ്ലഡ് വെസൽസിൽ. ഈ എയർ ബ്ലോക്കിംഗ് കോസസ് എ സിവിയർ പെയിൻഫുൾ സിറ്റുവേഷൻ ആൻഡ് ദാറ്റ് മെഡിക്കൽ കണ്ടീഷൻ ഈസ് കോൾഡ് ബെൻഡ്. അപ്പോൾ ഈ ഒരു മെഡിക്കൽ കണ്ടീഷനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി സോലിബിലിറ്റി വളരെ കുറവായ ഹീലിയം ഗ്യാസ് ഉപയോഗിച്ച് ഡൈലൂട്ട് ചെയ്യും. അപ്പോൾ വളരെ ഉയർന്ന പ്രഷറിലും ഹീലിയം ഗ്യാസിൻ്റെ സോലിബിലിറ്റി കുറവായിരിക്കും. അപ്പോൾ ഇത് വെച്ച് ഡൈലൂട്ട് ചെയ്യുമ്പോൾ ഈ ഓക്സിജൻ സിലിണ്ടേഴ്സ് എന്നുള്ള ഗ്യാസിൻ്റെ സോലിബിലിറ്റി താരതമ്യേന കുറഞ്ഞിരിക്കും. അപ്പോൾ ഈ മെഡിക്കൽ കണ്ടീഷൻ ഒരു പരിധി വരെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും. ദാറ്റ്സ് റീസൺ വൈ സ്കൂബ ഡൈവേഴ്സ് ക്യാരി ഓക്സിജൻ സിലിണ്ടേഴ്സ് ഡൈലൂട്ടഡ് വിത്ത് ലെസ് സോളബിൾ ഹീലിയം ഗ്യാസ് to prevent a medical condition known as bent. മൂന്നാമത്തെ ആപ്ലിക്കേഷൻ, at high altitude the partial pressure of oxygen is less and hence people shows symptoms of a condition known as anoxia. വളരെ ഉയർന്ന പ്രദേശങ്ങളിൽ എയർ പ്രഷർ കുറവാണ്, അതുകൊണ്ട് തന്നെ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ഈസ് ലെസ്. അപ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്ന ഓക്സിജൻ്റെ അളവ് കുറയുകയും ബ്ലഡിലുള്ള ഓക്സിജൻ്റെ അളവ് കുറയുന്നതിനനുസരിച്ച് ആൾട്ടിറ്റ്യൂഡ് സിക്നസ് ആ ഒരു സിംറ്റംസ് നമ്മൾ കാണിക്കാറുണ്ട്. തലചുറ്റൽ, ബുദ്ധിക്കുറവ്, ഓർമ്മയില്ലായ്മ, അങ്ങനെയുള്ള കുറേ സിംറ്റംസ് കാണിക്കാറുണ്ട്. ഇത് ഓക്സിജൻ്റെ അളവ് ബ്ലഡിൽ കുറയുന്നതുകൊണ്ടാണ് ഹൈ ആൾട്ടിറ്റ്യൂഡിൽ. ബിക്കോസ് ദ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ഈസ് ലെസ് അറ്റ് ഹൈ ആൾട്ടിറ്റ്യൂഡ് ആൻഡ് ഹെൻസ് പീപ്പിൾ സഫർ ഓർ ഷോസ് സിംറ്റംസ് ഓഫ് കണ്ടീഷൻസ് നോൺ ആസ് അനോക്സിയ. ഇനി എന്താണ് ഹെൻറീസ് ലോയുടെ ലിമിറ്റേഷൻ? ഹെൻറീസ് ലോ ഈസ് ആപ്ലിക്കബിൾ ഓൺലി ഫോർ ഡൈലൂട്ട് സൊല്യൂഷൻ. വളരെ ഡൈലൂട്ട് സൊല്യൂഷനിൽ ഗ്യാസിൻ്റെ മോൾ ഫ്രാക്ഷൻ സൊല്യൂഷനിൽ താരതമ്യേന കുറവായിരിക്കും. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ മാത്രമാണ് പാർഷ്യൽ പ്രഷർ ഓഫ് ദ ഗ്യാസ് ഈസ് ഫൗണ്ട് ടു ബി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് മോൾ ഫ്രാക്ഷൻ ഇൻ ദ സൊല്യൂഷൻ. അതുകൊണ്ട് Henry's law is applicable only for dilute solution. Significance of kh value. Henry's law constant പ്രാധാന്യം എന്താണ്?
അതായത് ഡിഫറെൻറ്റ് ഗ്യാസസ് ഹാവ് ഡിഫറെൻറ്റ് കെ എച്ച് വാല്യൂ അറ്റ് ദ സെയിം ടെമ്പറേച്ചർ. ഒരേ ടെമ്പറേച്ചറിൽ വ്യത്യസ്ത ഗ്യാസിൻ്റെ കെ എച്ച് വാല്യൂ വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ടാണ് ഒരേ ടെമ്പറേച്ചറിൽ വ്യത്യസ്ത ഗ്യാസിൻ്റെ സോളിബിലിറ്റി ഡിഫറെൻ്റ് ആകാൻ കാരണം. ഹയർ ദ വാല്യൂ ഓഫ് കെ എച്ച് അറ്റ് എ ഗിവൺ പ്രഷർ. ഒരു ഗിവൺ പ്രഷറിൽ ഒരു ഗ്യാസിൻ്റെ കെ എച്ച് വാല്യൂ കൂടുതലാണെങ്കിൽ ലോവർ ഈസ് ദ സോളിബിലിറ്റി ഓഫ് ഗ്യാസ് ഇൻ ലിക്വിഡ്. ആ ലിക്വിഡിൽ ഗ്യാസിൻ്റെ സോളിബിലിറ്റി കുറവായിരിക്കും. കാരണം നമുക്ക് ഹെൻറീസ് ലോ അനുസരിച്ച് പി ഈസ് ഈക്വൽ ടു കെ എച്ച് ഇൻറ്റു കൈ എന്നല്ലേ. അപ്പോൾ ഒരു ഗിവൺ പ്രഷർ പി ഈസ് കോൺസ്റ്റൻറ്റ്. അങ്ങനെയാണെങ്കിൽ കെ എച്ച് വാല്യൂ കൂടിയാൽ കൈ വാല്യൂ എന്ത് ചെയ്യും? കുറയും. ദാറ്റ് മീൻസ് ദ സോളിബിലിറ്റി ഓഫ് ദ ഗ്യാസ് ഇൻ ലിക്വിഡ് ഈസ് ലെസ്. ദ കെ എച്ച് വാല്യൂ ഫോർ both nitrogen and oxygen gas increases with the increase in temperature, indicating that the solubility of gases increases with the decrease in temperature. ഇപ്പോൾ ഓരോ ഗ്യാസിൻ്റെയും കെ എച്ച് വാല്യൂ ഈസ് എ കോൺസ്റ്റൻ്റ് അറ്റ് എ പർട്ടിക്കുലർ ടെമ്പറേച്ചർ. ആൻഡ് അഗെയിൻ ആസ് ടെമ്പറേച്ചർ ഇൻക്രീസസ്, ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് ഓരോ ഗ്യാസിൻ്റെയും കെ എച്ച് വാല്യൂ എന്ത് ചെയ്യും? കൂടും. അപ്പോൾ കെ എച്ച് വാല്യൂ കൂടുന്നതനുസരിച്ച് ഗ്യാസിൻ്റെ സോളിബിലിറ്റി എന്ത് ചെയ്യും? കുറയും. അതുകൊണ്ട് നമുക്ക് പറയാം ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് ഒരു ഗ്യാസിൻ്റെ സോളിബിലിറ്റി കുറയുന്നു. കാരണം ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് ഗ്യാസിൻ്റെ കെ എച്ച് വാല്യൂ കൂടുന്നു. അപ്പോൾ ടെമ്പറേച്ചർ കുറയുന്നതിനനുസരിച്ചോ സോളിബിലിറ്റി കൂടും. അപ്പോൾ കെ എച്ച് വാല്യൂ കുറഞ്ഞാൽ സോളിബിലിറ്റി കൂടും, കെ എച്ച് വാല്യൂ കൂടിയാൽ സോളിബിലിറ്റി കുറയും. ഈ കാരണം വെച്ചുകൊണ്ട് നമുക്ക് പറയാം aquatic species are more comfortable in cold water rather than in warm water. വാം വാട്ടറിനേക്കാൾ, ചൂടുള്ള ജലത്തേക്കാളും തണുത്ത ജലത്തിലാണ് അക്വാട്ടിക് സ്പീഷീസ് കൂടുതൽ കംഫർട്ടബിൾ. കാരണം എന്താ? ടെമ്പറേച്ചർ കുറയുമ്പോൾ ഒരു ഗ്യാസിൻ്റെ കെ എച്ച് വാല്യൂ കുറയുന്നു. അങ്ങനെ കെ എച്ച് വാല്യൂ കുറഞ്ഞാൽ ആ ഗ്യാസിൻ്റെ സോളിബിലിറ്റി കൂടുന്നു. അപ്പോൾ തണുത്ത ജലത്തിന് ടെമ്പറേച്ചർ കുറവല്ലേ? അപ്പോൾ ആ ഗ്യാസിൻ്റെ കെ എച്ച് വാല്യൂ കുറവായിരിക്കില്ലേ? അങ്ങനെ വരുമ്പോൾ തണുത്ത ജലത്തിൽ ആ ഗ്യാസിൻ്റെ സോളിബിലിറ്റി എന്തായിരിക്കും? കൂടുതലായിരിക്കും. അതുകൊണ്ട് അക്വാട്ടിക് ലൈഫിന് ആവശ്യത്തിനുള്ള ഓക്സിജൻ തണുത്ത ജലത്തിൽ കിട്ടും. അക്വാട്ടിക് സ്പീഷീസ് ആർ മോർ കംഫർട്ടബിൾ ഇൻ കോൾഡ് വാട്ടർ റാദർ ദാൻ ഇൻ വാം വാട്ടർ. ഇനി ഫോർ എക്സാമ്പിൾ ഹൈഡ്രജൻ ഈസ് മോർ സോളിബിൾ ഇൻ വാട്ടർ ദാൻ ഹീലിയം. ഹൈഡ്രജൻ എന്ന് പറയുന്നത് ഹീലിയത്തേക്കാൾ മോർ സോളിബിൾ ആണ് വാട്ടറിൽ, മോർ സോളിബിൾ ഇൻ വാട്ടർ അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ഹൈഡ്രജൻ്റെ കെ എച്ച് വാല്യൂ കുറവായിരിക്കും ആരേക്കാൾ? ഹീലിയത്തേക്കാൾ. കെ എച്ച് വാല്യൂ കുറഞ്ഞാൽ സോളിബിലിറ്റി കൂടുതലായിരിക്കും. ഈ പ്രോബ്ലം നോക്കി. ഇഫ് N2 ഗ്യാസ് ഈസ് ബബിൾഡ് ത്രൂ വാട്ടർ അറ്റ് 293 Kelvin, ഹൗ മെനി മില്ലിമോൾസ് ഓഫ് N2 ഗ്യാസ് വുഡ് ഡിസോൾവ് ഇൻ 1 liter of water? Assume that N2 exert a partial pressure of 0.987 bar given that Henry's law constant for N2 at 298 Kelvin is 76.48 kilobar. ഇപ്പോൾ മനസ്സിലായി ഹെൻറീസ് ലോ വെച്ചൊരു പ്രോബ്ലമാണ്. അപ്പോൾ നമ്മൾ എങ്ങനെ തുടങ്ങും? പാർഷ്യൽ പ്രഷർ ദ ഗ്യാസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മോൾ ഫ്രാക്ഷൻ ഓഫ് ഗ്യാസ്. Therefore പാർഷ്യൽ പ്രഷർ ദ ഗ്യാസ് ഇസ് ഈക്വൽ ടു എ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് KH ഇൻറ്റു കൈ ഓഫ് ഗ്യാസ്. Therefore KH ഇൻറ്റു കൈ ഓഫ് ഗ്യാസിനെ എങ്ങനെ എഴുതാം? നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്യാസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്യാസ് പ്ലസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് സോൾവെൻറ്റ്. നമുക്കറിയാം ഡൈല്യൂട്ട് സൊല്യൂഷൻ മാത്രമേ ഹെൻറീസ് ലോ അപ്ലൈ ചെയ്യാൻ പറ്റൂ. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്യാസ് ഈസ് ഫാർ ലെസ് ദാൻ നമ്പർ ഓഫ് മോൾസ് ഓഫ് സോൾവെൻറ്റ്. അങ്ങനെയാണെങ്കിൽ ഈ താഴത്ത് നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്യാസ് പ്ലസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് സോൾവെൻറ്റ് നമുക്ക് എന്തായിട്ട് ചുരുക്കാം? നമ്പർ ഓഫ് മോൾസ് ഓഫ് സോൾവെൻ്റ് ആയിട്ട് എടുക്കാം. അങ്ങനെ വരുമ്പോൾ പി ഓഫ് ഗ്യാസ് ഈസ് ഈക്വൽ ടു എന്ന് എഴുതാം? KH ഇൻറ്റു നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്യാസ് ഡിവൈഡഡ് ബൈ ഇതിന് പകരം എന്തായിട്ട് മാത്രം എഴുതിയാൽ മതി? നമ്പർ ഓഫ് സോൾവെൻ്റ് ആയിട്ട് മാത്രം എഴുതിയാൽ മതി. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് നമ്പർ ഓഫ് മോൾസ് ഓഫ് N2, ദാറ്റ് മീൻസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്യാസ് ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ക്രോസ് ഗുണിച്ച് കഴിഞ്ഞാൽ പി ഓഫ് ഗ്യാസ് ഇൻറ്റു നമ്പർ ഓഫ് മോൾസ് ഓഫ് സോൾവെൻറ്റ്, പിന്നെ ഇതിൻ്റെ കൂടുള്ളത് വരയ്ക്ക് താഴെ എഴുതി KH. ഇനി നമുക്ക് ഇതിനകത്ത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതിയല്ലോ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമ്പർ ഓഫ് മോൾസ് ഓഫ് സോൾവെൻറ്റ് തന്നിട്ടില്ല, അതിന് പകരം 1 liter വാട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. 1 liter വാട്ടർ എന്ന് പറയുമ്പോൾ ഏകദേശം 1000 gram ആണ്. 1000 gram. ഓക്കെ. അങ്ങനെ വരുമ്പോൾ നമ്പർ ഓഫ് മോൾസ് ഓഫ് വാട്ടർ ഇൻ 1 liter, ദാറ്റ് ഈസ് നിയർലി 1000 gram 1 liter വാട്ടർ ഡിവൈഡ് ബൈ എൻ്റെ മോളാർ മാസ് എത്രയാണ്? ഇപ്പോൾ 18 gram per mole. അപ്പോൾ അത് ഡിവൈഡ് ചെയ്യുമ്പോൾ 55.5 മോൾ എന്ന് കിട്ടും. അപ്പോൾ 1 liter വാട്ടറിൽ ഏകദേശം 55.5 മോളുണ്ട്. എങ്ങനെ കിട്ടി? 1 liter വാട്ടർ എന്ന് പറയുന്നത് ഏകദേശം 1000 gram ആണ്. അപ്പോൾ ആ മാസ് ഇൻ ഗ്രാമിനെ മോളാർ മാസായ
18 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ വാട്ടറിലെ നമ്പർ ഓഫ് മോൾ കിട്ടി. എത്രയാ? 55.5 മോൾ. അപ്പം നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് വെറും നമ്പർ ഓഫ് മോൾസ് അല്ല ചോദിച്ചിരിക്കുന്നത്. എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഹൗ മെനി മില്ലി മോൾസ്. അപ്പോൾ മോളിനെ മില്ലി മോളാക്കി മാറ്റണം. അപ്പോൾ ഫൈനൽ ആൻസർ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് നമ്പർ ഓഫ് മില്ലി മോൾസ് ഓഫ് ഇൻഡു നമ്പർ ഓഫ് മില്ലി മോൾസ് ഓഫ് ഇൻഡു. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്യാസ് പി ഓഫ് ഗ്യാസ് ഇൻറ്റു നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്യാസ് ഡിവൈഡഡ് ബൈ കെ എച്ച് അല്ലേ. അപ്പോൾ മില്ലി മോൾ ഇത്രയും മോളാണ്. അപ്പോൾ മില്ലി മോളാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ മോളിനെ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്തായി? മില്ലി മോളായി. ഇനി നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പി ഓഫ് ഗ്യാസ് പാർഷ്യൽ പ്രഷർ ഓഫ് ഗ്യാസ് തന്നിട്ടുണ്ട്. എത്രയാ? 0.987 ബാർ. ഓക്കെ. ഇൻറ്റു നമ്പർ ഓഫ് മോൾസ് ഓഫ് സോൾവെൻറ്റ് നമ്മൾ കണ്ടു. വാട്ടർ 1 ലിറ്ററാണ്. 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ 1000 ഗ്രാമാണ് ഏകദേശം. അതിലുള്ള നമ്പർ ഓഫ് മോൾ കണ്ടുപിടിക്കാൻ മാസ് ഇൻ ഗ്രാം 1000 ഗ്രാമിനെ മോളാർ മാസായി 18 ഗ്രാം പെർ മോൾ കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ എത്ര കിട്ടി? 55.55. അപ്പോൾ നമ്മൾ നമ്പർ ഓഫ് മോൾസ് ഓഫ് സോൾവെൻറ്റിന് പകരം 55.55 എന്ന് എഴുതി. ഓക്കെ. ഡിവൈഡഡ് ബൈ കെ എച്ച് ഹെൻറീസ് ലോ കോൺസ്റ്റൻറ്റ് തന്നിട്ടുണ്ട്. 76.48 കിലോ ബാറാണ്. പക്ഷേ ഇത് നോക്കിയേ, പാർഷ്യൽ പ്രഷർ വെറും ബാറിലാണ്. അപ്പോൾ കിലോ ബാറിനെ ബാറാക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ 76.48 ഇൻറ്റു 1000 മീൻസ് 10⁻³ അപ്പോൾ എന്തായി? ബാറായി. എന്തിനാണ് അത് ബാറാക്കിയത്? പാർഷ്യൽ പ്രഷർ ബാറിലാണ്. പക്ഷേ ഹെൻറീസ് ലോ കോൺസ്റ്റൻറ്റ് കിലോ ബാറിലായതുകൊണ്ട് ഇതിനെയും ബാറിലാക്കാൻ വേണ്ടി 1000 കൊണ്ട് ഗുണിച്ചു. അപ്പോൾ നമ്മളിവിടെ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ എന്തായി? ബാറായി. അപ്പോൾ ബാർ ക്യാൻസൽ. അപ്പോൾ ഇത് മോളാണ്. 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്തായി മാറി? മില്ലി മോളായി. അപ്പോൾ 0.72 മില്ലി മോൾ. അടുത്ത പ്രോബ്ലം. ഹെൻറീസ് ലോ കോൺസ്റ്റൻറ്റ് ഫോർ കാർബൺ ഡയോക്സൈഡ് ഇൻ വാട്ടർ തന്നിട്ടുണ്ട്. 1.67 × 10⁸ പാസ്കൽ. ഇതാണ് ഹെൻറീസ് ലോ കോൺസ്റ്റൻറ്റ് കെ എച്ച് അറ്റ് 298 കെൽവിൻ. കണ്ടുപിടിക്കേണ്ടതെന്ന് നോക്കിയേ. കാൽക്കുലേറ്റ് ദ ക്വാണ്ടിറ്റി ഓഫ് കാർബൺ ഡയോക്സൈഡ് ഇൻ 500 ml സോഡ വാട്ടർ. 500 ml സോഡ വാട്ടറിലുള്ള കാർബൺ ഡയോക്സൈഡിൻ്റെ അളവാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എപ്പോഴ്? വെൻ പാക്ഡ് അണ്ടർ 2.5 അറ്റ്മോസ്ഫിയർ കാർബൺ ഡയോക്സൈഡ് പ്രഷർ അറ്റ് 298 കെൽവിൻ. അപ്പോൾ കാർബൺ ഡയോക്സൈഡിൻ്റെ പാർഷ്യൽ പ്രഷർ നമുക്ക് എത്ര എടുക്കാം? 2.58 ചെയ്യാം. അപ്പോൾ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഹെൻറീസ് ലോ വെച്ച് ചോദിച്ചാൽ നമുക്ക് എങ്ങനെ തുടങ്ങാം? പാർഷ്യൽ പ്രഷർ ഓഫ് ദ ഗ്യാസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മോൾ ഫ്രാക്ഷൻ ഓഫ് ദ ഗ്യാസ്. Therefore, partial pressure of the gas is equal to a proportionality constant Kh into chi of gas. Therefore, Kh into chi of gas, number of moles of gas divided by the total. That means number of moles of gas plus number of moles of solvent. നമ്മൾ എന്താ പഠിച്ചേക്കുന്നത്? ഹെൻറീസ് ലോ ഈസ് ആപ്ലിക്കബിൾ ഓൺലി ഫോർ ഡൈലൂട്ട് സൊല്യൂഷൻ. അങ്ങനെ വരുമ്പോൾ വളരെ ഡൈലൂട്ട് സൊല്യൂഷനിൽ മാത്രമേ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റൂ. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്യാസ് എന്ന് പറയുന്നത് ഫാർ ലെസ് ദാൻ നമ്പർ ഓഫ് മോൾസ് ഓഫ് സോൾവെൻറ്റ്. സോൾവെൻറ്റ് നമ്പർ ഓഫ് മോളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഗ്യാസിന് നമ്പർ ഓഫ് മോൾ വളരെ കുറവാണ്. അങ്ങനെ വരുമ്പോൾ ഈ ചെറിയ വാല്യൂ നമ്പർ ഓഫ് മോൾസ് ഓഫ് സോൾവെൻറ്റ് എന്ന് പറഞ്ഞ വലിയ വാല്യൂയുടെ കൂട്ടിയാലും വലിയ വ്യത്യാസം വരുന്നില്ല. അതുകൊണ്ട് ഇത് നമ്പർ ഓഫ് മോൾസ് ഓഫ് സോൾവെൻ്റ് ആയിട്ട് തന്നെ എടുക്കാം. ഇത് നമുക്കങ്ങ് കളയാം. അങ്ങനെ വരുമ്പോൾ നമുക്ക് പി ഓഫ് ഗ്യാസ് എന്ന് പറയുന്നത് എന്തായിട്ട് കുറയും? പി ഓഫ് ഗ്യാസ് ഇസ് ഈക്വൽ ടു ആ ഇക്വേഷൻ എന്തായിട്ട് റെഡ്യൂസ് ചെയ്യും? കെ എച്ച് ഇൻറ്റു മോളിൽ എന്തുണ്ട്? നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്യാസ്. താഴെയോ? നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്യാസ് പ്ലസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് സോൾവെൻറ്റിൽ ഇത് തള്ളിക്കളയാമല്ലോ. അപ്പോൾ താഴെ നമ്പർ ഓഫ് മോൾസ് ഓഫ് സോൾവെൻറ്റ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ക്വാണ്ടിറ്റി ഓഫ് കാർബൺ ഡയോക്സൈഡ്. ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ എമൗണ്ട്. അപ്പോൾ എമൗണ്ട് എത്ര? അപ്പോൾ ഇത് മോളിൽ കണ്ടുപിടിച്ചാൽ മതിയല്ലോ. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്യാസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എൻ ഓഫ് ഗ്യാസ് നമുക്ക് കണ്ടുപിടിക്കണം. നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്യാസ്, എൻ ഓഫ് ഗ്യാസ്. ആ ഇക്വേഷനകത്ത് ഉണ്ടാക്കാമല്ലോ. ക്രോസ് ഗുണിക്കുമ്പോൾ പി ഓഫ് ഗ്യാസിൻ്റെ കൂടെ ഇങ്ങോട്ട് പോകുമല്ലോ. അപ്പോൾ പി ഓഫ് ഗ്യാസ് ഇൻറ്റു നമ്പർ ഓഫ് മോൾസ് ഓഫ് സോൾവെൻറ്റ്. ഇനി ഇവിടെ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്യാസിൻ്റെ കൂടുള്ളത് കെ എച്ച് അല്ലേ? അത് താഴെ വരത്തില്ലേ? കെ എച്ച്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ കിട്ടി. ക്വാണ്ടിറ്റി ഓഫ് കാർബൺ ഡയോക്സൈഡ് പറ. എൻ ഓഫ് ഗ്യാസ്, നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്യാസ് ഇസ് ഈക്വൽ ടു പി ഓഫ് ഗ്യാസ് ഇൻറ്റു നമ്പർ ഓഫ് മോൾസ് ഓഫ് സോൾവെൻറ്റ് ഡിവൈഡ് ബൈ കെ എച്ച്. ഇനി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കി. പി ഓഫ് ഗ്യാസ് പാർഷ്യൽ പ്രഷർ ഓഫ് ഗ്യാസ് തന്നിട്ടുണ്ട് 2.5 അറ്റ്മോസ്ഫിയർ. പക്ഷേ ഹെൻറീസ് ലോ കോൺസ്റ്റൻറ്റ് പാസ്കലല്ലേ? അപ്പോൾ ഇതിനെ എന്താക്കണം? അറ്റ്മോസ്ഫിയറിനെ പാസ്കലാക്കണം. അറ്റ്മോസ്ഫിയറിനെ പാസ്കലാക്കാൻ ഏകദേശം 10⁵ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അത് പാസ്കലായി മാറും. അപ്പോൾ പി ഓഫ് ഗ്യാസിന് പകരം നമ്മൾ എന്തെഴുതി? 2.5 ഇൻറ്റു 10⁵ പാസ്കൽ. എന്തിനാണ് പാസ്കലാക്കിയത്? ഹെൻറീസ് ലോ കോൺസ്റ്റൻറ്റ് പാസ്കലിലാണ്. അതുകൊണ്ട് ഇതും പാസ്കലിലാക്കി.
ഇനി അടുത്തത് നമ്പർ ഓഫ് മോൾസ് ഓഫ് സോൾവൻ്റാണ് വേണ്ടത്. ഇപ്പോൾ നമ്പർ ഓഫ് മോൾസ് ഓഫ് സോൾവൻ്റ് എങ്ങനെ പിടിക്കും? മാസ് ഇൻ ഗ്രാം ഓഫ് സോൾവൻ്റ് ഡിവൈഡ് ബൈ മോളാർ മാസ്. ഇപ്പോൾ സോൾവൻ്റെ മാസ് ഇൻ ഗ്രാം എത്രയാണ്? സോൾവൻ്റ് എന്ന് പറയുന്നത് വാട്ടർ അല്ലേ? എത്ര എം എൽ ആണ്? 500 ml വാട്ടർ. 500 ml വാട്ടർ നിയർലി എത്ര ഗ്രാമാണ്? 500 ഗ്രാം. അങ്ങനെയാണെങ്കിൽ 500 ഗ്രാം ഡിവൈഡഡ് ബൈ വാട്ടറിൻ്റെ മോളാർ മാസ് എത്രയാണ്? 18 ഗ്രാം പെർ മോൾ. അപ്പോൾ ഗ്രാം വെട്ടും, ഈ മോൾ റേസ് -1 മേളിൽ വരുമ്പോൾ മോൾ എന്ന് വരും. അപ്പോൾ 500 ഡിവൈഡ് ബൈ 18 ഡിവൈഡ് ചെയ്യുമ്പോൾ 27.7 എന്ന് കിട്ടും. അത്രയും മോൾ. അപ്പോൾ അതിന് പകരം നമ്മൾ കൊടുത്തു 27.7 മോൾ ഡിവൈഡഡ് ബൈ KH തന്നിട്ടുണ്ട് ക്വസ്റ്റനിൽ. എത്രയാണ്? 1.67 × 10⁸ പാസ്കൽ. പാസ്കൽ ക്യാൻസൽ ആവും. പിന്നെ ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത്രയും മോളെന്ന് കിട്ടി. അപ്പോൾ ആൻസർ 0.04 മോൾ. അടുത്ത പ്രോബ്ലം നോക്കി. H2S is a toxic gas with a rotten egg-like smell used for quantitative analysis. If the solubility of H2S in water at STP is 0.195 molal, calculate Henry's law constant. അപ്പോൾ ഏതെങ്കിലും ഒരു പ്രോബ്ലം ഹെൻറീസ് ലോ വെച്ച് ചോദിച്ചാൽ നമുക്ക് എങ്ങനെ തുടങ്ങാം? പാർഷ്യൽ പ്രഷർ ഓഫ് ദ ഗ്യാസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മോൾ ഫ്രാക്ഷൻ ഓഫ് ദ ഗ്യാസ്. Therefore പാർഷ്യൽ പ്രഷർ ഓഫ് ദ ഗ്യാസ് ഈസ് ഈക്വൽ ടു എ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് KH ഇൻറ്റു കൈ ഓഫ് ഗ്യാസ്. ശരിയല്ലേ? Therefore KH ഇൻറ്റു എന്താ കൈ ഓഫ് ഗ്യാസ്? ഇറ്റ്സ് നമ്പർ ഓഫ് മോൾ. ദാറ്റ് മീൻസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്യാസ് ഡിവൈഡ് ബൈ ദ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്യാസ് പ്ലസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് സോൾവെൻറ്റ്. നമ്മൾ എന്താ പഠിച്ചത്? ഹെൻറീസ് ലോ ഈസ് ആപ്ലിക്കബിൾ ഓൺലി ഫോർ ഡൈലൂട്ട് സൊല്യൂഷൻ. അപ്പോൾ ഇൻ ഡൈലൂട്ട് സൊല്യൂഷൻ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്യാസ് ഈസ് ഫാർ ലെസ് ദാൻ ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് സോൾവെൻറ്റ്. അങ്ങനെ വരുമ്പോൾ നമ്പർ ഓഫ് മോൾ ഓഫ് ഗ്യാസ് വളരെ ചെറിയൊരു വാല്യൂ, നമ്പർ ഓഫ് മോൾസ് ഓഫ് സോൾവെൻറ്റ് വലിയ വാല്യൂ. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ ഏകദേശം നമ്പർ ഓഫ് മോൾസ് ഓഫ് സോൾവെൻറ്റ് അടുത്തൊരു വാല്യൂ കിട്ടും. അങ്ങനെ വരുമ്പോൾ ഈ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്യാസ് നമുക്ക് വേണമെങ്കിൽ തള്ളിക്കളയാം. അപ്പോൾ ഈ ഇക്വേഷൻ എന്തായിട്ട് ചുരുങ്ങും? P ഓഫ് ഗ്യാസ് ഈസ് ഈക്വൽ ടു KH ഇൻറ്റു പറയും നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്യാസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് മോൾസ് ഓഫ് സോൾവെൻറ്റ്. അപ്പോൾ ഈ ഇക്വേഷൻ ഇങ്ങനെ റെഡ്യൂസ് ചെയ്യും. P ഓഫ് ഗ്യാസ് ഈസ് ഈക്വൽ ടു KH ഇൻറ്റു നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്യാസ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് മോൾസ് ഓഫ് സോൾവെൻറ്റ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഹെൻറീസ് ലോ കോൺസ്റ്റൻറ്റ്. ദാറ്റ് മീൻസ് KHൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ വാട്ട് ഈസ് KH? ഈ ഇക്വേഷനിൽ KH എഴുതണമെങ്കിൽ ക്രോസ് ഗുണിക്കുക. അപ്പോൾ P ഓഫ് ഗ്യാസ് ഇൻറ്റു നമ്പർ ഓഫ് മോൾസ് ഓഫ് സോൾവെൻറ്റ് ഡിവൈഡഡ് ബൈ KHൻ്റെ കൂടുള്ളത് കൊണ്ട് ഡിവൈഡ് ചെയ്യുക നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്യാസ്. ശരിയല്ലേ? അപ്പോൾ P ഓഫ് ഗ്യാസ് നമുക്ക് വേണം. എന്താ P ഓഫ് ഗ്യാസ്? ഇതൊന്നും നമുക്ക് തന്നിട്ടില്ല. പക്ഷേ ഇവിടെ പറഞ്ഞിട്ടുള്ളൊരു കാര്യം STP കണ്ടീഷനാണ്, സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. അപ്പോൾ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ആയപ്പോൾ P ഓഫ് ഗ്യാസ് എന്നുള്ളത് നമുക്ക് എന്തെന്ന് എടുക്കാം? 1 atm 1 atmosphere എന്നെടുക്കാം. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? 0.195 മോളാൽ സൊല്യൂഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് STPയിൽ ആണല്ലോ. അങ്ങനെ വരുമ്പോൾ 0.195 മോളാൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ 0.195 മോൾസ് ഓഫ് സൊല്യൂട്ട് ആർ പ്രസൻറ്റ് ഇൻ 1 കിലോഗ്രാം അല്ലെങ്കിൽ 1000 ഗ്രാം ഓഫ് സോൾവെൻറ്റ്. അപ്പോൾ സോൾവെൻ്റെ വെയിറ്റ് എത്രയാണ്? 1000 ഗ്രാം. നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡയറക്റ്റായിട്ട് പറയാം. എത്ര മോൾ 0.195 മോൾ എത്ര ഗ്രാം സോൾവെൻറ്റിൽ? 1000 ഗ്രാം സോൾവെൻറ്റ് അല്ലെങ്കിൽ 1 കിലോഗ്രാം സോൾവെൻറ്റ്. അതല്ലേ മൊളാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് പെർ കിലോഗ്രാം ഓഫ് സോൾവെൻറ്റ്. അപ്പോൾ ഇവിടുത്തെ നമ്പർ ഓഫ് മോൾ എത്രയാണ്? 0.195 മോൾ അല്ലേ? എത്ര കിലോഗ്രാമിൽ? 1 കിലോഗ്രാം. അങ്ങനെ വരുമ്പോൾ നമുക്കിവിടെ ഡയറക്റ്റായിട്ട് നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്യാസ് എഴുതാമല്ലോ, 0.195 മോൾ. ഇനി നമ്പർ ഓഫ് മോൾസ് ഓഫ് സോൾവെൻറ്റ് എങ്ങനെ പിടിക്കും? 1 കിലോഗ്രാം അല്ലേ വാട്ടർ, അഥവാ 1000 ഗ്രാം അല്ലേ? അങ്ങനെ വരുമ്പോൾ നമ്പർ ഓഫ് മോൾസ് ഓഫ് സോൾവെൻറ്റ് എങ്ങനെ പിടിക്കും? 1000 ഗ്രാം ഡിവൈഡഡ് ബൈ മോളാർ മാസ് 18. ഇത് ഡിവൈഡ് ചെയ്തപ്പോൾ നേരത്തെ ഒരു പ്രോബ്ലത്തിൽ നമുക്ക് കിട്ടി 55.5 മോൾ എന്ന് കിട്ടും. ഇത്രയും ഗ്രാം വാട്ടറിൻ്റെ മോളാർ മാസ് ഗ്രാം പെർ മോൾ. അപ്പോൾ ഗ്രാം ക്യാൻസൽ, മോൾ റേസ് -1 മേളിൽ വരും. അപ്പോൾ ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ 55.5 മോൾ. അപ്പോൾ P ഓഫ് ഗ്യാസ് നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? പ്രത്യേകിച്ച് നേരിട്ട് തന്നിട്ടില്ല, അതിന് പകരം STP എന്ന് പറഞ്ഞു. അപ്പോൾ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. അപ്പോൾ നമ്മൾ പ്രഷർ തന്നെടുത്തു 1 atm. അപ്പോൾ പാർഷ്യൽ പ്രഷർ ഓഫ് ദ ഗ്യാസ് ഈസ് ഈക്വൽ ടു 1 atm. ഓക്കെ, ഇൻറ്റു നമ്പർ ഓഫ് മോൾസ് ഓഫ് സോൾവെൻറ്റ്. ഇപ്പോൾ നമുക്ക് കിട്ടി 55.5 മോൾ. ശരിയാണല്ലോ? ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്യാസിൻ്റെ നമ്പർ ഓഫ് മോൾസ് എത്രയാണ്? 0.195 മോൾ. എന്തുകൊണ്ടാണ് അങ്ങനെ എടുത്ത്? ഇതിൻ്റെ കോൺസെൻട്രേഷൻ പറഞ്ഞിരിക്കുന്ന മൊളാലിറ്റിയിലാണ്. 0.195 മോളാൽ സൊല്യൂഷൻ. അപ്പം
ഇത്രയും മോൾസ് ഇൻ 1 കിലോഗ്രാം ഓഫ് സോൾവെൻറ്റ്. അപ്പോൾ നമ്മൾ സൊല്യൂട്ടായ ഗ്യാസിൻ്റെ നമ്പർ ഓഫ് മോൾ 0.195 മോളെന്നെടുത്തു. അപ്പോൾ സോൾവെൻ്റെ വെയിറ്റ് 1 കിലോഗ്രാം അല്ലെങ്കിൽ 1000 ഗ്രാം എടുത്തു. അപ്പോൾ 1000 ഗ്രാമിലുള്ള സോൾവെൻ്റെ നമ്പർ ഓഫ് മോൾ 1000 ഡിവൈഡ് ബൈ 18, 55.55 മോൾ. നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്യാസ് 0.195 മോൾ. അപ്പോൾ മോൾ ക്യാൻസൽ. ഇത് മൾട്ടിപ്ലൈ ചെയ്ത് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് അറ്റ്മോസ്ഫിയർ കിട്ടും. ഏകദേശം 285 അറ്റ്മോസ്ഫിയർ എന്ന് കിട്ടും. സോ ദിസ് ഇസ് ദ ആൻസർ. ഇത്രയും പഠിച്ചിട്ട് ഈ അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ ചെയ്യുമല്ലോ. അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻസ് 8 അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇത് വായിച്ചിട്ട് ഇതിൽ ആൻസർ ചെയ്ത് വെക്കുമല്ലോ. ഓക്കെ.